തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഇനി ഒരു എന്താണ് അതിന്റെ പോർട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആക്ച്വൽ ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പൊ ഇത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തേക്കുന്നത് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു ടെസ്റ്റ് ലോഗിൻ ആണ്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 3 തരം ലോഗിനുകളാണുള്ളത്. ഒന്ന് എക്സാമിനർ, ചീഫ് എക്സാമിനർ, വെക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളവർ ലോഗിൻ ചെയ്താൽ എക്സാമിനർ ലോഗിൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം കോർഡിനേറ്റേഴ്സ് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ചീഫ് എക്സാമിനർ ആൻഡ് വെക്ടർ എന്ന് പറഞ്ഞ റോളാണുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സാമിനർ ആണെങ്കിൽ സ്വന്തം ആയിട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനും ആ സ്വന്തം ക്വസ്റ്റ്യനെ വ്യൂ ചെയ്യാനുള്ള പെർമിഷനേ ഉണ്ടാവുള്ളൂ. ചീഫ് എക്സാമിനർ ആണെങ്കിൽ തന്റെ കൂടെയുള്ള ബാക്കി ഉള്ള അഡീഷണൽ അല്ലെങ്കിൽ എക്സാമിനർ റോളിൽ ആൾക്കാരെ എൻ്റർ ചെയ്യുന്ന ക്വസ്റ്റ്യനെ കാണാനും അതിനെ എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവും. വെക്ടർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെ റിവ്യൂ ചെയ്തിട്ട് കമന്റ് ഇടാനുള്ള അധികാരമുള്ളൂ, അത് ചേഞ്ച് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പം കോർഡിനേറ്റർമാർക്ക് നമ്മൾ ഇത് രണ്ടും കൂടെ കൊടുത്തേക്കുന്നത് എക്സാമിനർ ആൻഡ് ചീഫ് എക്സാമിനർ ആൻഡ് വെക്ടർ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനെ റിവ്യൂ ചെയ്ത് കമന്റ് കൊടുത്ത് എക്സാമിനറിലേക്ക് പോയി അവരെ എഡിറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള പ്രിവിലേജും ഉണ്ടാവും. അല്ലാതെ എക്സാമിനറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് എഡിറ്റ് ചെയ്യാനുള്ള പ്രിവിലേജും ഉണ്ടാവും. അതാണ് വ്യത്യാസം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3 തരം ലോഗിൻ. എക്സാമിനർ, അത് നമ്മളിപ്പോൾ വിളിക്കുന്ന കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ലെവലിലുള്ള ലോഗിൻ. അവർക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഇടാം. സ്വന്തമായിട്ട് ഇട്ട ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ വിസിബിൾ ആവുള്ളൂ. അതിനെ എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരാണ് നമ്മൾ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അവർക്ക് 2 റോളാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ചീഫ് എക്സാമിനറും പിന്നെ വെക്ടറും. ചീഫ് എക്സാമിനർക്ക് കൂടെയുള്ള എല്ലാ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ കാണാനും ക്വസ്റ്റ്യനിൽ എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. എഡിറ്റിംഗ്, ഡിലീഷൻ, അഡീഷൻ എല്ലാ പെർമിഷനും ഉണ്ട്. വെക്ടർ റോള് എന്ന് പറഞ്ഞാൽ വെക്ടറിന് അതിലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന് കമന്റ് ഇട്ട് എക്സാമിനർക്ക് തിരിച്ചയച്ച് എക്സാമിനർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ലെന്നാണ്. അപ്പൊ അത് റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ റോളും കൂടെ എന്തെങ്കിലും ഉണ്ട് നിങ്ങളുടെ ചീഫ് എക്സാമിനർ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കോർഡിനേറ്റർമാർക്ക് ആൾക്കാരുടെ ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. വെക്ടറിന്റെ റോള് ഓവർറൂൾ ചെയ്ത് ചീഫ് എക്സാമിനർ ആയിട്ട് തന്നിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മറ്റുള്ളവർ തന്ന ക്വസ്റ്റ്യനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ കോർഡിനേറ്റർ ലെവലിൽ തന്നെ തിരുത്താം. തിരിച്ചു വിടണമെന്ന് നിർബന്ധമില്ല. തിരിച്ചു വിടണമെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് എഴുതി വിട്ടാൽ അത് തിരിച്ചു പോകും. എക്സാമിനർക്ക് പോയി കറക്റ്റ് ചെയ്ത് തിരിച്ചു മേടിക്കാം. കോർഡിനേറ്റർക്ക് തന്നെ എന്താ പറഞ്ഞാൽ ഫുൾ പവർ ആണ് കോർഡിനേറ്റർ. അതായത് ചീഫ് എക്സാമിനർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഒരേ ലോഗിൻ തന്നെയാണ്. ആ പ്രിവിലേജ് ചീഫ് എക്സാമിനർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സാമിനർ ഇംപ്ലോയിഡ് ആണ്. എക്സാമിനർ എന്ന് പറഞ്ഞാൽ റോളിന്റെ ആവശ്യമില്ല. ഇനി അടുത്ത കാര്യം വെച്ചാൽ നിങ്ങൾ ഈ കോർഡിനേറ്റർ ഉണ്ടെങ്കിലും ഈ അതാത് ആൾക്കാരെ തന്നെ കൊണ്ട് കോൺട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യന് 10 രൂപ എന്ന് പറയുന്ന റെമ്യൂണറേഷൻ ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ പേര് തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടെങ്കിൽ പേയ്മെന്റിന് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ എന്താണ് കോർഡിനേറ്റർക്ക് ഈ കണക്കെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതാത് കോൺട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് തന്നെ അവരുടെ പേരിലുള്ള ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ട് ആരാണെന്നുള്ളത് യൂണിവേഴ്സിറ്റി സംവിധാനത്തിന് അവൈലബിൾ ആണ്. അപ്പൊ പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യത്തിന് എളുപ്പമുണ്ട്. അപ്പൊ കോർഡിനേറ്റർ എല്ലാവരും ക്വസ്റ്റ്യൻ മേടിച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്ത പരിപാടിക്ക് പോകരുത്. അതായത് കോൺട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് തന്നെ ചോദ്യം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം. ഇനി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന പദത്തിൽ ആദ്യമേ ഈ ലോഗിൻ കിട്ടിയാൽ ഏറ്റവും ആദ്യമേ മുമ്പ് പറഞ്ഞ പോലെ ചീഫ് എക്സാമിനർ ആണ് അല്ലെങ്കിൽ നമ്മൾ കോർഡിനേറ്റേഴ്സ് ആണ് ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത്. അവര് ലോഗിൻ ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അത് കോൺട്രിബ്യൂട്ടേഴ്സിനോട് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറയാവുള്ളൂ. കാരണം കോർഡിനേറ്റർ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്താണ്? മൊഡ്യൂൾ അപ്ലോഡ്, യൂണിറ്റ് അപ്ലോഡ്, കോഴ്സ് ഔട്ട്കം എൻട്രി. ഈ 3 കാര്യം ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കറക്റ്റ് ആയിട്ട് ഒരു കോൺട്രിബ്യൂട്ടേഴ്സിന് ക്വസ്റ്റ്യൻ ചെയ്യാത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കാര്യം രണ്ടാമത് ചെയ്യണമെങ്കിൽ ചോദ്യം ഇട്ടതിന് അത് മിസ്റ്റേക്ക് ഉണ്ട്, ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യണം. അപ്പൊ കോൺട്രിബ്യൂട്ടേഴ്സിന്റെ വർക്ക് ഇരട്ടിക്കും, ആൾക്കാർ തെറി വിളിക്കും. അതുകൊണ്ട് കോർഡിനേറ്റർ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കോൺട്രിബ്യൂട്ടേഴ്സിനോട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം രണ്ടാമത് ചെയ്യുന്നെങ്കിൽ ക്വസ്റ്റ്യൻ എല്ലാം എറർ ആവും, അതെല്ലാം റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യമേ കോർഡിനേറ്റർ അവരുടെ ഉത്തരവാദിത്തം കറക്റ്റ് ആയിട്ട് നിർവഹിക്കണം. എന്നിട്ടേ കോൺട്രിബ്യൂട്ടേഴ്സിനോട് കാര്യം ചെയ്യാൻ പറയാവുള്ളൂ. ഇനി കോർഡിനേറ്റർ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ഇവിടെ ഏതാണ് സെഷൻ എന്നുള്ളത് അതുണ്ടാവും. ഏത് വർഷമാണ്, നിങ്ങളുടെ കോഴ്സിന്റെ കോഡോട് കൂടിയിട്ട് നിങ്ങളുടെ കോഴ്സിന്റെ പേര് കാണും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റോൾ എന്താണ്. ഇപ്പൊ ചീഫ് എക്സാമിനർ, വെക്ടർ എന്ന് പറയുന്നത് റോളുകൾ ഏതാണെന്നുള്ളത് ഈ
ഇതിന്റെ കൂടുതൽ ആരൊക്കെയാ ഉള്ളതെന്നുള്ളത് കാണിക്കും. പിന്നെ ഇവിടെ ഒരു കോഡുണ്ട്, പാറ്റേൺ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡെസിഗ്നേറ്റഡ് നെയിം ആണ് അത്. അവിടെ ഉണ്ടാകുക ആദ്യമേ അതിനൊരു നമ്പർ ഉണ്ടാവും. അവിടെ ഒരു അണ്ടർസ്കോർ ഇട്ട് കൂട്ടിച്ചേർത്ത വാക്കുകൾ ഉണ്ടല്ലോ. ആദ്യത്തെ അണ്ടർസ്കോറിന് മുമ്പുള്ള ഭാഗങ്ങളാണ് ആ പാറ്റേണിന്റെ നമ്പർ. അത് യുണീക്ക് ആയിരിക്കും. ഓരോ പാറ്റേണിനും ഒരു നമ്പറാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ നമ്പർ വെച്ച് ഈ പാറ്റേണുകൾ തപ്പി കണ്ടുപിടിക്കാം. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. റീഡബിൾ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ളത് ആദ്യം. അത് കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ UG എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇത് UGക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ്. അത് കഴിഞ്ഞ് അണ്ടർസ്കോർ കഴിഞ്ഞ് 70, അതായത് ഈ ക്വസ്റ്റ്യന് 70 മാർക്കിന് ക്വസ്റ്റ്യൻ. 50 ആണെങ്കിൽ അവിടെ 50 എന്നായിരിക്കും. 35 ആണ് അവിടെ 35 ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ പരീക്ഷ കിട്ടിയേക്കുന്ന കറക്റ്റ് ആണോ നോക്കാൻ ഈ പേര് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ A5_7. എന്റെ മീനിങ് ആർക്കെങ്കിലും പറയാമോ? A5_7 ഗസ് ചെയ്യാമല്ലേ? എ പാർട്ട് ഉണ്ടായിരിക്കും. എ പാർട്ടിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. കുട്ടി അതില് 5 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങളുടെ പാറ്റേൺ ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് എന്താണ്? B6, 8. അപ്പൊ എന്താവും? ബി പാർട്ടിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. വിദ്യാർത്ഥി 6 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ ആ കാര്യങ്ങളാണ് അതിന്റെ പാറ്റേൺ. അവസാനം എത്ര പാർട്ടുണ്ടോ അതുവരെ ആ പേര് അവിടെ ഉണ്ടാവും. അതൊരു യുണീക്ക് ആണ് നെയിം. അപ്പൊ ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് കണ്ടോ? ഈ പേരിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു സൈഡ് മെനു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ കണ്ടോ? അതിന്റെ അകത്തൊരു QP ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചെല്ലുക. എന്ത് മനസ്സിലായി? 29-ാം തീയതി രാത്രി നോക്കിയാൽ പണി തീരുകയല്ലെന്ന്. അതിന്റെ സിസ്റ്റത്തിൽ കുറച്ച് ചേഞ്ചസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ചേഞ്ചസ് നടക്കുന്നുണ്ട് പാർലായിട്ട്. അതിന്റെ വിഷയമാണ്. ഇത്രയും സ്ലോ ഒന്നും ഇല്ല കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്താൽ കാണുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ പാറ്റേൺ. അതായത് അവിടെ പോയിട്ട് ഇപ്പൊ നമ്മളൊരു പേര് കണ്ടില്ലേ? ഇവിടെ ഒരു പേര് പറഞ്ഞല്ലോ, IPSR P1. ഈ ഇത് യുണീക്ക് ആണ്. തൊട്ട് താഴത്തെ P51 എന്നല്ലേ? അപ്പൊ നിങ്ങളുടെ അതും അങ്ങനെ ഒരു 180ക്ക് ശേഷമുള്ള നമ്പർ ആയിരിക്കും. 180 പാറ്റേൺ വരെയായിരുന്നു രണ്ടാമത്തെ സെമ്മിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ മൂന്നാമത്തെ സെമ്മിലായതുകൊണ്ട് അതിന് മുകളിലുള്ള ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാകുന്നത്. 200ന് മുകളിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. ആ നമ്പർ എടുത്ത് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ ഈ QP ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞതിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്താൽ അതിന്റെ പാറ്റേൺ എന്നാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അന്നേരം ഇതായിരിക്കും വരുന്നത്. ഇവിടുത്തെ മുകളിലത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഡ്യൂറേഷൻ? 2 മണിക്കൂറാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോഴ്സ് 2 മണിക്കൂറിന്റെ ആണോ എന്ന് ഉറപ്പാക്കുക. അതിന്റെ മാക്സിമം മാർക്ക് ഇവിടെ ഉണ്ടാവും. 70 മാർക്കാണെന്ന് ഉറപ്പാക്കുക. പിന്നെ ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതായത് 10-15 എണ്ണം തന്നിട്ട് 10 എണ്ണം എഴുതേണ്ട ഓപ്ഷൻ ആണോ? അതിന് 2 മാർക്കാണോ? അവിടെ എത്ര ക്വസ്റ്റ്യൻ വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. കോർഡിനേറ്റർ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ക്രീൻ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടാവും? ഇത് കാര്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇവിടെ നമ്മളിപ്പോ പാർട്ട് A B എന്നാണ് പറഞ്ഞെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ എത്ര സെഷനിലേക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റത്തുള്ളൂ? എയും ബിയും സിയും ഡി എന്ന് പറഞ്ഞിടത്തോട് ക്വസ്റ്റ്യൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവുകയില്ല. സെക്ഷൻ എന്ന് പറഞ്ഞാൽ A എന്നും B എന്നും പറഞ്ഞ 2 സെക്ഷനെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ഭാഗത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ABCD എന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ സെക്ഷൻ എടുക്കുമ്പോൾ എയും ബിയും ഉള്ളെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിലേക്ക് മാപ്പ് ചെയ്തേക്കുന്ന പാറ്റേൺ മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറെ 3 പാർട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിലും സെഷനുകൾ ABC എന്ന് പറഞ്ഞുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആര് ചെക്ക് ചെയ്യണം? കോർഡിനേറ്റർ ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് കോൺട്രിബ്യൂട്ടേഴ്സിനോട് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും സെന്റൻസുകൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതെല്ലാം ആര്
ആര് ചെയ്തതാണ്? ഇതാര് ചെയ്താണ്? ഇത് ബോർഡ് കൺവീനർമാര് അല്ലെങ്കിൽ ചെയർമാൻമാര് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് എല്ലാ ലെയറിലും ചെക്ക് ചെയ്യാൻ പറയുന്നത്. ചെയർമാൻ ചെയ്തതിനെ സെഷൻ ഒന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്ഷൻ ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയായിരുന്നു. എന്നാലും അടുത്ത തലത്തിലോട്ട് കൂടെ നമ്മൾ ചെക്ക് ചെയ്യും. കാരണം ഏറ്റവും അവസാനം ചെല്ലുമ്പോൾ ആരെയും നമുക്ക് സ്മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്, സ്മരണകൾ ഒഴിവാക്കുക എന്നാണ്. അപ്പം ആ സിനാരിയോ നമ്മളിവിടെ കറക്റ്റാക്കി തീർക്കുക. ഈ കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഒന്ന് സിലബസിനകത്ത് തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും ആ കോഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളത് അത് ആദ്യമേ നിങ്ങൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. ഫസ്റ്റ് കാര്യം, തിയറിയും പ്രാക്ടിക്കലും സെപ്പറേറ്റ് എക്സാമിനേഷൻ ഉള്ളതാണോ? സെപ്പറേറ്റ് കംപ്ലീറ്റ് തിയറി ഇതാണ്. അപ്പൊ ഓരോ കോണ്ടസ്റ്റിലാണ്. അപ്പൊ അതിനകത്ത് സിനാരിയോ ഇത്രയേ ഉള്ളൂ. ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് തന്നാലും അവിടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചില കോഴ്സിനും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വന്നാൽ കോഴ്സിന്റെ അവർ 4 ക്രെഡിറ്റിന്റെ കോഴ്സാണ്, കോഴ്സിന്റെ മണിക്കൂർ വരാനുള്ള പോസിബിലിറ്റി പറയാം. 4 ഫുൾ തിയറി ആണെങ്കിൽ ടോട്ടൽ അവർ 60 ആയിരിക്കും. 4ന്റെ അകത്തെ 3 ക്രെഡിറ്റ് എന്താണ് ലെക്ചറും ട്യൂട്ടോറിയലിനുമാണ് ഇട്ടേക്കുന്നതെങ്കിൽ അതിന്റെ കൂടാതെ 1 ക്രെഡിറ്റ് പ്രാക്ടിക്കലിനാണ് ഇട്ടെങ്കിൽ 75 hours ആയിരിക്കും കോഴ്സ്. അപ്പൊ നിങ്ങളുടെ DSC കാറ്റഗറിയിൽ ഉണ്ടാവുന്ന പോസിബിലിറ്റി ഇതാണ്. ഒന്നെങ്കിൽ 60 മണിക്കൂറിന്റെ കോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 75 മണിക്കൂറിന്റെ കോഴ്സ് ആയിരിക്കും. അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി 60 ആണോ 75 ആണോ? ഇനി 60 ആണെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഉണ്ടാകുന്ന 2 ചോയ്സ് ആണ്. ഈ 60 മണിക്കൂറിന്റെ ക്ലാസ് 2 രീതിയിൽ പരീക്ഷ നടത്താം. എങ്ങനെയാണ്? 60 മണിക്കൂറിന് കംപ്ലീറ്റ് ആയിട്ട് തിയറി എക്സാം വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ 60 മണിക്കൂറിന് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ എക്സാം നടത്താം. ഒരിക്കലും തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആ കോഴ്സിന് പരീക്ഷ വരികയില്ല. മനസ്സിലായോ? അതായത് 60 മണിക്കൂർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് 60 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ലെക്ചർ മോഡിലോ ട്യൂട്ടോറിയൽ മോഡിലോ ആണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ്. 4 ക്രെഡിറ്റിന്റെ DSC കോഴ്സ് നടത്തുന്നത്. DSC എന്ന് പറയുന്ന കോഡ്, ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോഡുകൾ ഈ സെമ്മിലെ പറയാം. ഒന്ന് DSC, ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സ്. അടുത്ത കാറ്റഗറി DSE, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് കോഴ്സ്. അടുത്ത കാറ്റഗറി VAC കോഴ്സ്. ഇത്രയാണ് ഉണ്ടാകുന്നത്. ഇനിയുള്ള ഒരു കാറ്റഗറി MDC കോഴ്സാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ലാംഗ്വേജുകളിൽ നിന്നില്ല എന്ന് മനസ്സിലാവും. സംസ്കൃതം അറിയാം, ഇംഗ്ലീഷുകാർ ഇവിടെ ഉണ്ടോ? ഓക്കെ, അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനകത്തോട്ട്? ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കോഴ്സ് കാറ്റഗറിയാണ് MDC. വേറൊരു സബ്ജക്റ്റുകാർക്കും MDCയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കേണ്ടതില്ല. കാരണം അവർക്ക് ആർക്കും കോഴ്സ് പഠിപ്പിക്കാൻ നിലവിൽ അനുവാദമില്ല. MDC കോഴ്സ് പഠിപ്പിക്കാൻ അനുവാദമുള്ളത്, 3rd സെമസ്റ്ററിൽ MDC പഠിപ്പിക്കാൻ അനുവാദമുള്ളത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ജർമ്മൻ, ഫ്രഞ്ച്, സംസ്കൃതം, തമിഴ് ഇത്രയും ഭാഷാ വിഷയങ്ങൾക്ക് മാത്രമേ MDC കോഴ്സ് നടപ്പാക്കാൻ അനുമതിയുള്ളൂ. ഉണ്ടോ? അല്ലാതെ ആരെങ്കിലും ഈ സെമ്മിൽ പഠിപ്പിക്കുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഒരാളുണ്ട്. ഡയറക്ട്ലി ഇംപ്ലൈ ചെയ്യുന്നത് നോഡൽ ഓഫീസറിലേക്കാണ്. നോഡൽ ഓഫീസർ അത് അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു. അപ്പം അതില്ലെന്ന് ഉറപ്പാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് MDC കോഴ്സ് അങ്ങനെയാണ്. പിന്നെ ഉള്ളത് VAC കോഴ്സാണ്. പിന്നെ DSC കോഴ്സുകൾ കമ്പൽസറി ആയിട്ട് 2 എണ്ണം ഉണ്ടാവും 3ാമത്തെ സെമ്മിൽ. DSC ഒരു എലക്ടീവ് ആകാം, അല്ലെങ്കിൽ അത് DSE എന്നായിരിക്കും. ഒരു എലക്ടീവോ ഒന്നിൽ കൂടുതൽ എലക്ടീവിന്റെ ബാസ്കറ്റോ നിങ്ങളുടെ കോഴ്സിന്റെ അകത്ത് ഉണ്ടാകും. VAC അതുപോലെ തന്നെ ഉണ്ടാകാം. ഇനി DSCയും DSEയുടെയും പ്രത്യേകത എന്താണ്? അതെല്ലാം 4 ക്രെഡിറ്റിന്റെ കോഴ്സാണ്. അവിടെ എന്ത് ക്രെഡിറ്റുകളെ ഉണ്ടാവുള്ളൂ? ഒന്നെങ്കിൽ 60 മണിക്കൂറിന്റെ 4 ക്രെഡിറ്റിന്റെ കോഴ്സ്, അല്ലെങ്കിൽ 75 മണിക്കൂറിന്റെ 4 ക്രെഡിറ്റിന്റെ കോഴ്സ്. ഇനി അതിൽ ആദ്യത്തെ കാറ്റഗറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. 60 മണിക്കൂറാണ് DSC എങ്കിൽ അവിടെ പരീക്ഷാ പാറ്റേൺ എന്തേ ഉണ്ടാവുള്ളൂ? ഒന്നെങ്കിൽ 70 മാർക്കിന്റെ തിയറി പരീക്ഷ, അല്ലെങ്കിൽ 70 മാർക്കിന്റെ പ്രാക്ടിക്കൽ പരീക്ഷ. അത് മാത്രമേ അതിന് അലൗഡ് ആയിട്ടുള്ളൂ. DSC കോഴ്സാണ്, ടോട്ടൽ മണിക്കൂർ 60 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ
എന്താണ് 70 മാർക്കിന്റെ ഒന്നെങ്കിൽ തിയറി അല്ലെങ്കിൽ 70 മാർക്കിന്റെ പ്രാക്ടിക്കൽ. ഈ രണ്ട് കോമ്പിനേഷൻ അവിടെ പരീക്ഷ പറ്റത്തുള്ളൂ. ഫുള്ള് തിയറി ഫുള്ള് പ്രാക്ടിക്കൽ ആയിരിക്കും പരീക്ഷ. എങ്ങനെയൊക്കെ നടത്തിയാൽ മിക്സ് ആയിട്ട് നടത്താൻ പറ്റത്തില്ല. ഇനി 75 മണിക്കൂർ അലോട്ട് ചെയ്ത കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 75 മണിക്കൂറിനകത്തെ പോസിബിലിറ്റി ഇതാണ്. 75 മണിക്കൂറിന് വേണമെങ്കിൽ 70 മാർക്കിന്റെ തിയറി പരീക്ഷ നടത്താം. 75 മണിക്കൂറിനും 70 മാർക്കിന്റെ പ്രാക്ടിക്കൽ പരീക്ഷ നടത്താം. അല്ലെങ്കിൽ എന്താണ് 50 മാർക്കിന്റെ തിയറി പരീക്ഷയും 35 മാർക്കിന്റെ പ്രാക്ടിക്കൽ പരീക്ഷയും ഉണ്ട്. ക്ലിയർ ആയോ? മൂന്നാമത്തെ കേസിലാണ് വ്യത്യാസമുള്ളത്. ആദ്യത്തെ രണ്ടും കോമൺ ആണ്. 60 മാർക്ക് 60 മണിക്കൂറാണെങ്കിൽ ഒന്നെങ്കിൽ 70 മാർക്കിന്റെ തിയറി ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് 70 മാർക്കിന് തന്നെ പ്രാക്ടിക്കൽ ആയിട്ടോ നടക്കാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് 75 മണിക്കൂറിന്റെ കോഴ്സ്. 75 മണിക്കൂറിന്റെ കോഴ്സ് ആണെങ്കിൽ എന്താണ് 70 മാർക്കിന്റെ തിയറി ആയിട്ടോ 70 മാർക്കിന്റെ പ്രാക്ടിക്കൽ ആയിട്ടോ ഉണ്ടാകാം. അല്ലെങ്കിൽ ഉള്ള പോസിബിലിറ്റി എങ്ങനെയാണ് 50 മാർക്കിന്റെ തിയറി 35 മാർക്കിന്റെ പ്രാക്ടിക്കലും. ഇത് നിങ്ങളുടെ കോഴ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ലോജിക്ക് മനസ്സിലായല്ലോ. ഇനി 70 മാർക്കിന്റെ പരീക്ഷ നടത്തുക, റിട്ടൺ എക്സാം. ആരെങ്കിലും MCQ ആയിട്ട് പരീക്ഷ നടത്തുന്നവരുണ്ടോ? ഉണ്ടോ? ഫുൾ MCQ 70 മാർക്കിന് MCQ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 70 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 2 മണിക്കൂർ സമയം ഉണ്ടായിരിക്കണം. 70 മാർക്കിന്റെ പരീക്ഷയ്ക്ക്, അതായത് ഏത് പരീക്ഷയ്ക്കാണ് 2 മണിക്കൂർ സമയം? 70 മാർക്കിന്റെ തിയറി പരീക്ഷയാണെങ്കിൽ 2 മണിക്കൂറാണ്. 70 മാർക്കിന്റെ പ്രാക്ടിക്കൽ പരീക്ഷയാണെങ്കിൽ അതിന്റെ സമയക്രമം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടാവും. 1 ദിവസമായിരിക്കാം, 2 ദിവസമായിരിക്കാം, 1 മണിക്കൂർ ആയിരിക്കാം, 5 മണിക്കൂർ ആയിരിക്കാം. അത് ഏതാണെന്നുള്ളത് ബോർഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും. അല്ലേ? ക്വസ്റ്റ്യൻ കൊടുത്ത് വിട്ടിട്ട് തിരിച്ചു വരുന്ന സിസ്റ്റം ഒക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ക്വസ്റ്റ്യൻ തലേദിവസം കൊടുത്തിട്ട് പിറ്റേ ദിവസം ഉത്തരം എഴുതിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ പണിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. ഇല്ലെങ്കിൽ പരീക്ഷ എന്ന് പറഞ്ഞ ഒരു സെമി മുഴുവൻ ചെയ്ത കാര്യത്തിന് മാർക്കിടുന്ന മാത്രമാണ് പരീക്ഷ എന്നുള്ളതും RLV ആയിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതിനു മുമ്പ് അങ്ങനെ സംഭവം നമുക്കറിയത്തില്ല. അപ്പം ആ ടൈപ്പില് അത് ഏതാണോ പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയക്രമം അതാത് സ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. ആ കാറ്റഗറി സംശയമില്ലല്ലോ. ഇനി 60 മണിക്കൂർ ആണെങ്കിൽ ഈ മണിക്കൂറിന്റെ വെച്ചിട്ട് പിന്നെ വ്യത്യാസമില്ല. 70 മാർക്ക് വെച്ചിട്ടാണ് സമയക്രമം പറയുന്നത്. 70 മാർക്കാണെങ്കിൽ അപ്പൊ 2 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും. ഇനി അപ്പൊ 50 മാർക്കാണല്ലോ. 50 മാർക്കാണെങ്കിൽ 1.5 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും. 50 മാർക്ക് അപ്പൊ ഏത് കോഴ്സിനുണ്ടാവും? VSc കോഴ്സിന് 50 മാർക്കിന്റെ 1.5 മണിക്കൂർ പരീക്ഷയായിരിക്കും. അല്ലേ? ക്ലിയർ ആയല്ലോ? ഈ കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലേ? അപ്പൊ ഇത് കൺഫേം ചെയ്തു. അപ്പൊ ഇതിനകത്ത് പ്രാക്ടിക്കലും തിയറി ഉണ്ടോ സെപ്പറേറ്റ് ചെയ്തു, മാർക്കും കണ്ടുപിടിച്ചു, സമയവും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ആവശ്യമുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ ആണ്. ABCD എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ടോ എന്ന്, ഓരോ പാർട്ടിലും എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കാര്യമായിരുന്നു. സംഭവിച്ചാൽ നന്നായിരുന്നു. ഇവിടെ ഞാനിപ്പോ ഒരു ടെംപ്ലേറ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ അതൊരു മെനു ഉണ്ട്, QP ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സൈഡില്. അവിടെ നോക്കിയാല് ഈ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള വിവിധങ്ങളായ ക്വസ്റ്റ്യന്റെ പാറ്റേണുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നീണ്ടുപോകും. അതായത് അനന്തമായി ഇപ്പൊ 800 ടെംപ്ലേറ്റ് ഇല്ലാതുണ്ട്. ഇപ്പൊ ഈ സെമിൽ എത്ര കോഴ്സ് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ടെന്ന് അറിയാവോ? പരീക്ഷ നടത്തേണ്ടത് ഗസ് ചെയ്യാവോ? നമ്മളിത് എത്ര എണ്ണത്തിന്, നിങ്ങൾ ഭയങ്കര വർക്കാന്നൊക്കെ പറയുന്നു, അപ്പൊ നമ്മളിത് എത്ര എണ്ണത്തിന് എന്റെ മേൽനോട്ടം വഹിക്കുന്നതെന്നൊരു ഗസ് ചെയ്യാവോ? ഏകദേശം എത്ര എണ്ണം കാണും ഈ സെമിൽ നടത്തേണ്ട വിത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ഉള്ള കോഴ്സ്? 800 എണ്ണം ഈ സെമിലെ അല്ല, മൊത്തം കൂടി 3 സെമ്മോട് കൂടി. നിങ്ങൾ അതിനെ വീതം
വ്യത്യാസം വെക്കരുത്. അപ്പൊ ആദ്യത്തെ സെമിൽ നിങ്ങൾ പഠിപ്പിച്ചതിന് ഓർത്തെ മേജർ മൈനർ പഠിച്ചാൽ ഒരു കോഴ്സേ ഉള്ളായിരുന്നു. ഇപ്പോഴല്ലേ വ്യത്യാസമായേ. ഈ സെമിൽ 438 കോഴ്സിന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാകുന്നുണ്ട്. 438 ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്ത വർക്കിന്റെ ഓളെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എത്ര കണ്ട് അറ്റൻഷൻ തരാമെന്ന് മനസ്സിലാക്കുക. ഇന്ന് വരാത്തവർ നമ്മളെ വിളിച്ചാൽ നമ്മള് ഫോൺ എടുക്കുക എന്നുള്ള കാര്യം കൂടെ അതിന് പറയുന്നു. അപ്പൊ മനസ്സിലായല്ലോ. ഇൻഡിവിജ്വൽ കെയർ ഞാൻ പറയാം അത് പറയാനുള്ള വഴി കൂടെ ആള് പറയുന്നത്. അപ്പൊ ഈ ഗ്രാവിറ്റി നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ സീരിയസ്നെസ്. എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് കൂട്ടർക്ക് വേണ്ടി നമ്മളിവിടെ വന്നു, നമുക്കവിടെ പഠിപ്പിക്കേണ്ടതാണ് അല്ലെ. അതിന്റെ കൂടെ ഫ്രീ സർവീസ് ആയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ എടുക്കുന്ന എഫോർട്ടിന്റെ ഒരു 10% നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുക. അപ്പൊ എന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി സർവീസ് ആയിട്ട് വന്നതാണ്. എന്നിട്ട് വരാത്തവരെ ഇനി ഒരു കോളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു ഇവിടുത്തെ പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ പാറ്റേണിന്റെ ഒരു നമ്പർ കണ്ടോ, ഇവിടെ നോക്കിയേ. ഇവിടെ P51 എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പാറ്റേണിനും ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ വന്നിട്ട് ഇവിടെ വരിക. ലിസ്റ്റ് ചെയ്ത് പോകുന്ന കണ്ടോ. അപ്പൊ ഈ P21 60 ഏത് സെമ്മിലെ പാറ്റേൺ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതെല്ലാം കഴിഞ്ഞ സെമ്മിലെയാണ്. 200 താഴെയുള്ള എല്ലാം കഴിഞ്ഞ സെമ്മിലാണ്. അത് കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇവിടെ നമുക്ക് അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്ത് പോകാം. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു P600 എന്ന് സെർച്ച് ചെയ്താൽ ആ പാറ്റേൺ മാത്രമായിട്ട് കാണിക്കും. നിങ്ങളുടെ പാറ്റേൺ നമ്പർ അവിടുത്തെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. അതിന്റെ നമ്പർ നോക്കുക, ഇവിടെ വരിക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ. ഇതിന്റെ അകത്ത് ഒന്നെങ്കിൽ പ്രിവ്യൂ ചെയ്യുക. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. ആ പരീക്ഷ നടന്നു കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന എങ്ങനെയാണ്, മുകളിൽ ഒരു ക്യൂപി കോഡ് ഉണ്ടാവില്ലേ. കുട്ടികൾക്ക് പേര് നെയിം എഴുതാനുള്ള സ്ഥലമുണ്ട്. യൂണിവേഴ്സിറ്റി പേരുണ്ടാവും, ഏത് സെമ്മാണ്, ഏത് മാസമാണ് പരീക്ഷ, ഏത് വർഷമാണ്, ഇത് ഏത് പരീക്ഷയാണ്, കോഴ്സിന്റെ നേച്ചർ എന്താണ്, അത് VAC ആണോ SCC ആണോ, അങ്ങനെയുള്ള കാര്യം കാണും. കോഴ്സ് കോഡ് ഉണ്ടാവും, കോഴ്സിന്റെ ടൈറ്റിൽ ഉണ്ടാവും, ഇത് ഏത് അഡ്മിഷൻ തൊട്ടുള്ളതാണ്, ഈ സിലബസ് 2024 അഡ്മിഷൻ ഓൺവേഴ്സ് ആ കാര്യം ഉണ്ടാവും, മണിക്കൂർ ഉണ്ടാവും, ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതായത് എന്താണ് CO എന്തൊക്കെയാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്, എത്ര പാർട്ടുണ്ട്, അങ്ങനെയുള്ളതെല്ലാം കാണും. അപ്പൊ ഇത് നിങ്ങളുടെ ക്വസ്റ്റിന് വേണ്ട രീതിയിലാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പാക്കുക. ഈ കാര്യം മനസ്സിലായല്ലോ. അത് നമ്മളൊരു എൻഡ് യൂസറിന്റെ ലെവലിൽ എന്താണ്, നമുക്കറിയാം ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതിന് ഇഷ്യൂസ് ഉണ്ടാകും. പല ലെവലിൽ നമ്മൾ സ്ക്രൂട്ടനി നടത്തുന്നു. തെറ്റുണ്ടാകാൻ ചാൻസ് ഇല്ല, എന്നിരുന്നാലും അവസാനത്തെ ഔട്ട്പുട്ടിൽ തെറ്റുണ്ടാകാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യൂലേ. ഇപ്പൊ എല്ലാവരും ഒന്ന് അവനവന് കിട്ടുന്ന ഒന്ന് വെരിഫൈ ചെയ്ത്, തെറ്റാണെങ്കിൽ നേരിട്ട് ഒക്യുപിയിലേക്ക് പോകരുത്. നിങ്ങൾക്ക് മുകളിൽ ആരുണ്ട്, കോൺട്രിബ്യൂട്ടർക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കണം, കോർഡിനേറ്റർക്ക് സംശയം ഉണ്ടെങ്കിൽ കൺവീനർമാരുടെ അടുത്ത് ചെല്ലണം. അവരെ എന്ത് ചെയ്യാവുള്ളൂ, യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. ചെയ്യൂലേ. ഇതാണ് അതിന്റെ ആദ്യത്തെ പർപ്പസ്. ഇതിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറും എന്ത് ഫോളോ ചെയ്യണം, നിങ്ങൾ ഈ പ്രോട്ടോകോൾ ഫോളോ ചെയ്യാം. ഇപ്പൊ പറഞ്ഞല്ലോ 438 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെല്ലാം കോർഡിനേറ്റർ ഉണ്ട് ഇല്ലേ. അതിന്റെ കൂടെ കുറഞ്ഞത് 5 പേരെ നിങ്ങൾ കൂട്ടിക്കേ. ഒരു കോഴ്സിന് അത് 5 കോൺട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ കുറഞ്ഞ 2. ഞങ്ങളുടെയൊക്കെ ഫിസിക്സിന്റെ അകത്ത് 50-ന് മുകളിൽ ആൾ ഒരു കോഴ്സിനകത്തുണ്ട്. ഒന്ന് ഓടിയും ആലോചിക്കും, ഇവരൊക്കെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി അവർക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ പറ്റുമോ? അപ്പം പരമാവധി നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, ആദ്യമേ കോൺട്രിബ്യൂട്ടറും കോർഡിനേറ്ററും കൂടെ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ എന്താണ്, അതേ ഡിസിപ്ലിനിലുള്ള പല കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരെ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുക. അന്നേരപ്പോൾ തന്നെ പകുതി പ്രശ്നം സോൾവ് ആകേണ്ടതാണ്. അതിനുശേഷം പുറത്തോട്ട് പോവുക. അപ്പൊ ഹെൽപ്പ് ഡെസ്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവുക.
ഇനി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് കാണത്തില്ല എന്നുള്ള പരാതിയാണ്. അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് പാരലായിട്ട് പറഞ്ഞാൽ നമ്മളെ സിലബസ് കയ്യിലുണ്ടല്ലോ. സിലബസിൽ അപ്പം മണിക്കൂറിന്റെ കാര്യവും എല്ലാം തിരഞ്ഞെടുത്തില്ലേ? മണിക്കൂറും മൊഡ്യൂളും ഉണ്ട്. മൊഡ്യൂൾ ഐഡന്റിഫൈ ചെയ്തോ. 4 മൊഡ്യൂളാണ് ഐഡിയലി ഉണ്ടാകേണ്ടത്. 4 ക്രെഡിറ്റ് കോഴ്സ് ആണെങ്കിൽ, BSc കോഴ്സ് ആണെങ്കിൽ 3 മൊഡ്യൂളുമാണ് ഉണ്ടാകേണ്ടത് സിലബസിന്റെ അകത്ത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 2 കാൽക്കുലേഷൻ നിങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാറുണ്ട്. എന്താണ്? ഓരോ മൊഡ്യൂളിനും എത്ര മണിക്കൂറാന്നുള്ളൊരു പേപ്പറിലേക്ക് നോട്ട് ചെയ്യുക. ഈ ടേബിളിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എന്താണ്? പാർട്ട് ABC എന്ന് പറഞ്ഞ് എഴുതുക. ഓരോ ക്വസ്റ്റിനും എത്ര എണ്ണം ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് എത്ര മാർക്കാണെന്നും എഴുതുക. എഴുതാൻ സാധിക്കുമോ? ഇനി ഒരു കാര്യം ഉള്ളത്, സിലബസിന്റെ അകത്ത് ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ സിലബസ് സെമസ്റ്റർ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്ത സാധനം വെച്ചിട്ട് പരിപാടി ചെയ്തേക്കരുത്. സിലബസിന്റെ അകത്ത് തെറ്റുകൾ തിരുത്തിക്കൊണ്ടായിരിക്കുന്നേ. ചെയർമാൻമാർ കൊടുക്കുന്ന അനുസരിച്ച് യൂണിവേഴ്സിറ്റി ഓർഡർ. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിങ്ങളുടെ കോഴ്സ് എടുത്ത പ്രോഗ്രാം വെച്ചിട്ട് സിലബസ് അവിടെ ഉള്ള കാര്യം അറിയാമോ? എവിടെയാ സിലബസ് കിടക്കുന്നതെന്ന് അറിയാമോ? യൂണിവേഴ്സിറ്റി സൈറ്റില് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെയർമാൻ അല്ലാത്ത വേറെ ആരെങ്കിലും അറിയാവോ? അത് നോക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? നമുക്കിതെല്ലാം കൂടെ നോക്കിയിരിക്കാൻ പറ്റുമോ? സിലബസ് കാണുന്നത് നമ്മുടെ ഓണേഴ്സ് പ്രോഗ്രാമിന്റെ ഒരു ക്യാപ്പിൽ ലോഗിനുള്ളത് അറിയാവോ? ഓണേഴ്സ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഓണേഴ്സ് ക്യാപ്പിനകത്ത് ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിടപ്പുണ്ട്. നോ മോർ അബൌട്ട് FIUGP എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട് ഓണേഴ്സ് ക്യാപ്പിനകത്ത്. അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് സിലബസുകളുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിയുന്നുണ്ടായല്ലോ. റെഗുലേഷനുകളിൽ മോഡിഫിക്കേഷനുകൾ വരുന്നുണ്ട്. ആ റെഗുലേഷൻ പ്രകാരമാണ് ഈ ചെയ്യുന്ന കാര്യം. ഇത്രയും റെഗുലേഷനുകൾ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. NGUGP, BBA, BC എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ട് നടക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ചേഞ്ചസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. സിലബസുകൾ 2 കാറ്റഗറിയാണ്. ഒന്ന് പ്രോഗ്രാം ആയിട്ടുള്ളതിന്റെ ഒരു സിലബസ്, പിന്നെ ഉള്ളത് ന്യൂ മൈനേഴ്സ് നിങ്ങളുടെ തന്നെ ഡിസിപ്ലിൻ ഏരിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ സിലബസ്. ഈ സിലബസിന്റെ അകത്ത് എല്ലാത്തിന്റെയും പ്രോഗ്രാമിന്റെ ടൈറ്റിൽ അനുസരിച്ച് ഇവിടെ ഉണ്ട്. അതിനകത്ത് കറക്ഷൻ വരുത്തിയതിന്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഫയലും ഈ കറക്ഷനും തമ്മിൽ കമ്പയർ ചെയ്തില്ലെങ്കിൽ തെറ്റാന്ന് വിചാരിക്കും. ഇനി അമെൻമെന്റ് ഫയൽ നോക്കേണ്ട സ്ട്രാറ്റജി പറയാം. ഈ അമെൻമെന്റ് എന്ന് പറഞ്ഞ തിരുത്തലുകൾ വരുത്തുകയാണ്. അപ്പൊ തിരുത്തൽ വരുത്തുമ്പോൾ ഫുൾ ഫയൽ തിരുത്തിയല്ല വരുന്നത്. തിരുത്തൽ ഉള്ളിടത്ത് ആ തിരുത്തും, ബാക്കിയുള്ളിടത്ത് നോ ചേഞ്ച് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ നോ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഒറിജിനൽ ഫയലിന്റെ അകത്ത് എന്തുണ്ടോ അത് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അല്ല നോ ചേഞ്ചിനെ നിങ്ങൾ ഡിസ്കാർഡ് ചെയ്തേക്കരുത്. ഇപ്പൊ നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നേരെയുള്ള സാധനം ഈ ഒറിജിനൽ ഫയലിലുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ ഉള്ളത് അത്രയും പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ അമെൻമെന്റ് ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്, കുറഞ്ഞ് നടത്തിയവരുണ്ട്, അമെൻമെന്റ് നടത്താതെ ചേഞ്ച് വരുത്തിയവരുണ്ട്. രഹസ്യത്തില് ചെയർമാൻമാരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ആരെ അറിയിക്കാതെ ചെയ്ത ചെയർമാൻമാരും ഉണ്ട്. ഇതാണ് സംസ്കൃതത്തിന്റെ കേസ് വരുന്നത്. ഇത് അതർ എന്നാ പറയുന്നത്, ഇവിടെ ഈ ഐക്കൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒറിജിനൽ ഫയൽ വരുന്നത്. അമെൻമെന്റ് ആണെങ്കിൽ ഈ മെനുവിനെ ഈ പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഫയലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഒറിജിനൽ ഫയൽ അതാണ്. അമെൻമെന്റും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഉറപ്പിക്കാവുള്ളൂ. ക്ലിയർ ആയോ? ഇവിടെ ഓപ്പൺ ചെയ്യാൻ കോൺഫിഡന്റ് ഉള്ള ഏതെങ്കിലും സിലബസ് പ്രോഗ്രാം പറയാമോ? തെറ്റുകളില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും ഡിസിപ്ലിൻ ഓപ്പൺ ചെയ്യാനേ കൺവീനർമാർക്ക് ഉറപ്പുണ്ടോന്ന്? എന്താണ്? ആദ്യത്തെ 2 എണ്ണത്തിന് 5ഉം 3ഉം ആണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് എന്താണ് 3-2 3-2 എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിന്റെ അകത്ത് അവർ നോക്കുമ്പോൾ മ്യൂസിക്കൽ ഫോംസ് 1-നകത്തും തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് 1-നകത്തും ടോട്ടൽ അവർ എത്രയായിരിക്കും വരാൻ പോകുന്നത്?
ഒന്നിന്റെ മ്യൂസിക്കൽ ഫോംസ് 1ന്റെ അതും തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് 1ന്റെ അതും ടോട്ടൽ അവർ എത്രയായിരിക്കും? ഈ രണ്ട് കോഴ്സിനെ മണിക്കൂർ ഒരു സെമ്മിൽ മൊത്തം സമയം പറയല്ലേ? ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായില്ലായിരുന്നോ? ഇത് 3 ക്രെഡിറ്റിന്റെ ട്യൂട്ടോറിയലും 2 ക്രെഡിറ്റ് പ്രാക്ടിക്കൽ 2 വീക്കിലി അവറുമാണ്. അപ്പൊ 5 മണിക്കൂറാണ് ഒരാഴ്ചയിലുള്ളത്. അതിലെ 3 മണിക്കൂർ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ലെക്ചറിലാണ്. അപ്പൊ എന്താണ്, ഒരു സെമസ്റ്ററിൽ എത്ര ഉണ്ടാവും? ഒരു ട്യൂട്ടോറിയൽ ലെക്ചറിനാണെങ്കിൽ ഒരു സെമ്മിൽ 15 മണിക്കൂറാണ്. അപ്പൊ 3 ആണപ്പോ 45 മണിക്കൂർ എന്നാണ്. ഇത് 2 മണിക്കൂർ വീക്കിലി എന്ന് പറഞ്ഞാല് ഒരു സെമ്മിൽ മൊത്തം അപ്പൊ 30 മണിക്കൂർ. അപ്പൊ ഇത് 75 മണിക്കൂറിന്റെ കോഴ്സ് ആയിരിക്കും. നമ്മൾ രണ്ടിടത്ത് ഈ മണിക്കൂർ കണക്ക് പറയുന്നത്, ഇത് സിലബസിന്റെ ഇൻഡെക്സിന്റെ ഭാഗത്ത് പറയുന്നത് വീക്കിലി മണിക്കൂർ കണക്കിലാണ്. ഇവിടെ കണ്ടോ, 4 ക്രെഡിറ്റിന്റെ കോഴ്സ് വീക്കിലി 5 മണിക്കൂർ. അതെങ്ങനെയാണ്? 3 മണിക്കൂർ ട്യൂട്ടോറിയലിനും 2 മണിക്കൂർ പ്രാക്ടിക്കലിനുമാണ്. ഇത് മണിക്കൂറിന്റെ കണക്കാണ്. ഇതിന് ക്രെഡിറ്റ് പറഞ്ഞ എങ്ങനെയായിരിക്കും പറയുന്നത്? 4 ക്രെഡിറ്റിന്റെ കോഴ്സ് 3 ക്രെഡിറ്റ് ട്യൂട്ടോറിയലിലും 1 ക്രെഡിറ്റ് പ്രാക്ടിക്കലിനാണ്. പ്രാക്ടിക്കലിന്റെ അകത്ത് 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂർ കണക്ക് പറയുമ്പോ 2 മണിക്കൂറായിരിക്കും. അപ്പൊ അതാണ് ഈ 60-75 വരുന്നതിന്റെ ലോജിക്ക്. അതായത് വീക്കിലി 1 അവർ തിയറി എന്ന് പറയുന്നതും ഒരു സെമസ്റ്ററിൽ മൊത്തം 15 മണിക്കൂർ എന്ന് പറയുന്നതും തുല്യമാണ്. വീക്കിലി 3 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ മൊത്തം 45 മണിക്കൂർ ഉണ്ടാവും. വീക്കിലി 2 മണിക്കൂർ പ്രാക്ടിക്കൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 1 ക്രെഡിറ്റ് ആണ്. മണിക്കൂർ പറയുമ്പോ ഒരു സെമസ്റ്ററിൽ മൊത്തം വീക്കിലി 2 മണിക്കൂറുണ്ട്. എത്ര വീക്ക് ഉണ്ട് ഒരു സെമസ്റ്ററിനകത്ത്? നമ്മുടെ എല്ലാം വായിച്ചു ഒരു വർഷം മൊത്തം നമ്മുടെ ലോജിക്കില് എത്ര വർക്കിംഗ് ഡേ ഉണ്ടെന്ന് അറിയാമോ? ഒരു കോളേജില് എത്ര വർക്കിംഗ് ഡേ ഉള്ളതായിട്ടാണ് റിയലിസ്റ്റിക്കലി അല്ല തിയറിറ്റിക്കലി? ഒരു വർഷം മൊത്തം ഒരു കോളേജിൽ എത്ര ദിവസം പ്രവൃത്തി ദിവസം ആയിരിക്കണം എന്നാണ് അറിയാം? 200 ദിവസം പ്രവൃത്തി ദിവസം ആയിരിക്കണം എന്നാണ് ഒരു കോളേജിന്റെ കലണ്ടർ. വർഷത്തിൽ 200 പ്രവൃത്തി ദിവസം ഉണ്ടായിരിക്കണം എന്നാണ്. അത് മനസ്സിലായല്ലോ? ഇനി നമ്മളത് കലണ്ടർ വർഷം പറഞ്ഞപ്പോ അതിനെ നമ്മൾ എന്താക്കി? 2 സെമസ്റ്റർ ആക്കി. സെമസ്റ്റർ ആക്കുമ്പോ എത്ര പ്രവൃത്തി ദിവസം ഉണ്ടാവും ഒരു സെമസ്റ്ററിൽ? അപ്പം 100 പ്രവൃത്തി ദിവസം ഉണ്ടാവും. ഈ 100 പ്രവൃത്തി ദിവസത്തിൽ 10 ദിവസം കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. എന്തിനു അവകാശപ്പെട്ടതായിരിക്കും? അപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ എത്ര ദിവസമുണ്ട്? 90 ദിവസമുണ്ട്. നമുക്ക് ഒരാഴ്ചയിൽ എത്ര ദിവസം വർക്കിംഗ് ഡേ? 5 ദിവസം. അപ്പൊ 90നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ദിവസം, എത്ര ആഴ്ച കിട്ടും? 18 ആഴ്ച ഉണ്ടാവും. 90 ഡിവൈഡ് ബൈ 5 18 ആഴ്ച ഉണ്ടാവും അല്ലെ? ഈ 18 ആഴ്ചയില് ഇന്റേണൽ പരീക്ഷയ്ക്കും സെമസ്റ്റർ പരീക്ഷയ്ക്കും 3 ആഴ്ച മാറ്റി വെക്കണം എന്നാണ്. ഇന്റേണൽ പരീക്ഷകൾക്കും സെമസ്റ്റർ പരീക്ഷയ്ക്കും 3 ആഴ്ച മാറ്റി വെക്കണം. അപ്പൊ ഇനി എത്ര ആഴ്ചയുണ്ട്? 15 ആഴ്ചയാണ് ഒരു സെമസ്റ്ററിൽ. അപ്പൊ ഓരോ ആഴ്ചയിൽ 1 മണിക്കൂർ പഠിപ്പിച്ച ഒരു സെമസ്റ്ററിൽ എത്ര മണിക്കൂർ കിട്ടും? 15 മണിക്കൂർ കിട്ടും. ഒരാഴ്ചയിൽ 1 മണിക്കൂർ പഠിപ്പിച്ചാൽ ഒരു സെമസ്റ്ററിൽ മൊത്തം 15 മണിക്കൂർ ഉണ്ടാവും. അങ്ങനെ പഠിച്ച കുട്ടി അതിന്റെ കൂടെ വർക്കൗട്ട് ചെയ്ത കുട്ടിക്ക് 1 ക്രെഡിറ്റ് കിട്ടും. ക്രെഡിറ്റ് എങ്ങനെയാ 15 മണിക്കൂർ ആയെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ 3 ക്രെഡിറ്റ് ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? ഒരു സെമസ്റ്ററില് 15 വീതമുള്ള 3 അവർ വീതം ഉണ്ടാവും. അപ്പൊ മൊത്തം 45 മണിക്കൂർ ഉണ്ടാവും. ഇനി അടുത്ത കാര്യം, പ്രാക്ടിക്കൽ പറയുന്നത് എങ്ങനെയാണ്? പ്രാക്ടിക്കലിന് 2 മണിക്കൂർ ഒരാഴ്ചയിൽ ഉണ്ടെങ്കിലേ 1 ക്രെഡിറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഒരു സെമസ്റ്ററിന് മൊത്തം 1 ക്രെഡിറ്റ് കിട്ടാൻ എത്ര സമയം വേണം? 2 മണിക്കൂർ തൊട്ട് എത്ര ആഴ്ച ഉള്ളേ? 15 ആഴ്ച. അപ്പൊ മൊത്തം എത്രയായി? 30 മണിക്കൂറായി. അങ്ങനെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായോ? ഇത്രയും കാലത്തിന് മുമ്പ് വരെ നിങ്ങൾ എങ്ങനെയാ ചെയ്തിരുന്നെന്ന് അറിയാവോ? നമുക്ക് തോന്നുന്ന വഴി മണിക്കൂർ അലൈൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് പറ്റത്തില്ല. ഇതിന് കാരണക്കാർ വേറെ ആൾക്കാരാണ്.
നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒട്ടാകെ കോഴ്സുകളെ നോർമലൈസ് ചെയ്തതാണ്. ആ നിയമപ്രകാരമാണിത്. ഇത്രയും കാലം എന്നാ ഞങ്ങളുടെ അങ്ങനെ നമ്മൾ സിലബസിന് കറക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് മറുപടി പറഞ്ഞ പല ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടേത് അങ്ങനത്തെ കോഴ്സ് അല്ല, ഞങ്ങളുടെ അങ്ങനത്തെ കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ തിരിച്ചു വന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞവർക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കോഴ്സ് അല്ലെങ്കിലും എന്ത് വേണം, നമുക്കിത് നാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾ പല രീതിയിൽ നടത്തും. അതുകൊണ്ടാണ് നിങ്ങളുടെ കേസിൽ ഇവിടെ ട്യൂട്ടോറിയലിന് 3 എന്ന് പറഞ്ഞ് ഇടാൻ അനുവദിച്ചേക്കുന്നത്. വേറെ യൂണിവേഴ്സിറ്റി ഇല്ല, RLV കോളേജിൽ നിന്നല്ലാതെ ഒരു മനുഷ്യർക്കും ഈ ട്യൂട്ടോറിയലിൽ അവിടെ ക്രെഡിറ്റ് അനുവദിച്ചിട്ടില്ല. ക്ലിയർ ആയോ? ട്യൂട്ടോറിയലിന്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് അതിന്റെ ബാധ്യത ഇല്ലെന്നറിയാം. ഞങ്ങൾക്ക് പ്രശ്നമാണ് ട്യൂട്ടോറിയൽ. എന്താണ് പ്രശ്നം എന്നറിയാവോ? എന്താ പ്രശ്നം? ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നമുക്ക് ശമ്പളം തരുന്നില്ല. നമ്മുടെ വർക്ക് ലോഡ് ലെക്ചറോ പ്രാക്ടിക്കൽ ആണെങ്കിൽ മാത്രമേ എയ്ഡഡ് കോളേജിലെ ടീച്ചേഴ്സിന് വർക്ക് ലോഡിന് കൗണ്ട് ചെയ്യുള്ളൂ. ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മളൊരു നിങ്ങൾക്ക് 16 മണിക്കൂറിന്റെ ലോജിക്ക് ഇഷ്യൂ ഉണ്ടായിട്ടില്ലെങ്കിൽ അറിയാം. 16 മണിക്കൂറിന്റെ കണക്ക് അറിയാലോ അല്ലെ, ഗവൺമെന്റ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് അല്ലേ. വർക്ക് ലോഡിന് 16 മണിക്കൂർ പറയല്ലേ. ട്യൂട്ടോറിയൽ ക്രെഡിറ്റ് ആണെങ്കിൽ 16 മണിക്കൂറിൽ പെടുന്ന വർക്ക് അല്ല. നമ്മൾ ആഴ്ചയിൽ 40 മണിക്കൂർ പണിയെടുക്കേണ്ട ഒരു ലോജിക്ക് അറിയാവോ? നിങ്ങൾ അതാണ് എയ്ഡഡ് കോളേജുകാരുടെ പ്രശ്നം. നമുക്കിതെല്ലാം ബാധകമാണ്. 40 മണിക്കൂർ നമ്മൾ ആഴ്ചയിൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്നതിനകത്ത് ഡയറക്റ്റ് ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ് 16 മണിക്കൂർ. ഡയറക്റ്റ് ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ലെക്ചറും പ്രാക്ടിക്കലേ ഉള്ളൂ. ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് അവേഴ്സിന് വെളിയിൽ, എൻ്റെ ഒരു ഡ്യൂട്ടിക്ക് വെളിയിൽ ആഴ്ചയിലുള്ള സമയത്ത് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇത് അനുവദിച്ചേക്കുന്നതിന് കാരണം നിങ്ങളുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഇതിൽ നിന്ന് കട്ടാവും. കാരണം എന്താണ്, നിങ്ങൾക്ക് എന്തേ ഉള്ളൂ ഇതിനകത്ത് വർക്കിലോട് പറയാറ് ഈ ട്യൂട്ടോറിയൽ കോളം മുഴുവൻ വെട്ടിപ്പോകും. കാര്യം മനസ്സിലായോ? അപ്പൊ അന്ന് പറഞ്ഞതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലായോ? പറഞ്ഞവർക്ക് അപ്പൊ ഇതാണ് കാര്യം. ഇപ്പൊ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ക്ലാസ് റൂമിൽ വെച്ച് ചെയ്യുന്ന കാര്യമായിട്ടല്ല, ഇൻഡിവിജ്വൽ കെയർ ആണ്. അത് നമ്മുടെ 16 മണിക്കൂറിന് വെളിയിൽ നിൽക്കുന്ന കാര്യമാണ്. ക്ലിയർ ആയോ? ഇതാണ് മണിക്കൂർ കണക്കാക്കുന്ന ലോജിക്ക്. അപ്പൊ ഈ മണിക്കൂർ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഈ മണിക്കൂർ ഇപ്പൊ എന്ത് കാര്യമേ ഉള്ളൂ? 60 മണിക്കൂറുണ്ട്. 60 അല്ലെങ്കിൽ 75. അപ്പൊ 75 വെച്ചിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറെ വരേണ്ട നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് വരുന്നത്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ കണ്ടോ? അതിന് താഴെ ഡ്രോപ്പ് ഡൗൺ ആണ് ഇൻട്രാക്ട് മോഡിഫൈ പാറ്റേൺ. ഈ മോഡിഫൈ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമല്ല. അത്തെ ക്ലിക്ക് ചെയ്യാൻ പോയേക്കരുത്. എന്താണ് ഇൻട്രാക്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലാൻഡിംഗ് പേജ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് നോക്കിയേ. ചീഫ് എക്സാമിനർക്ക് ചെയ്യേണ്ട സമയം എന്നുവരെയാണെന്ന് നോക്കിയേ. ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് 23/8. ഇതിപ്പോ ഞാനൊരു ടെസ്റ്റ് ലോഗിൻ ആയതുകൊണ്ടാണ്. നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഈ എക്സാമിനറിന്റെ ഇവിടെ എന്ത് കാണും? 29/8 ക്ലോസിംഗ് ഡേറ്റ് കാണും. അത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ആക്കേ ഉള്ളൂ കോർഡിനേറ്റർ ആയ ചീഫ് എക്സാമിനർക്കാണ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് വെക്ടറും ലോഗിൻ ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ഇതിനകത്തെ കാര്യം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ചീഫ് എക്സാമിനറുടെ കൂടെയുള്ള എക്സാമിനേഷന് മുഴുവൻ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അതാണ് നിങ്ങൾ കൺസേൺ പറഞ്ഞ ചിലത് മാപ്പ് ചെയ്ത് പ്രശ്നമുണ്ട്. ഇത്രയും പേരുടെ ഡാറ്റ മാനേജ് ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂസ് ആണ്. എന്തെങ്കിലും ആള് മാറി ഇതിനകത്ത് ലോഗിൻ ആക്സസ് ഉണ്ടെങ്കിൽ OQPM സെഷനിൽ ഇന്റിമേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് തരും. ഇനി താഴത്തെ പോർഷനൊക്കെ ജസ്റ്റ് ഹെൽത്താണ്. ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനത്തെ കൗണ്ടുകളൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേകളാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് ഓരോ കാറ്റഗറിയും കണ്ടോ ഇതിനകത്ത് ടാക്സോണമി കൗണ്ട്, ഓരോ മൊഡ്യൂളിന് എത്ര ചോദ്യമുണ്ട്, അങ്ങനെയുള്ള കൗണ്ടുകളൊക്കെയാണ്. ഇതെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുന്നതനുസരിച്ച് ആഡ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞ ആര് ലോഗിൻ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? കോർഡിനേറ്റർ ആദ്യമേ ലോഗിൻ ചെയ്യണം. കോർഡിനേറ്റർ ആദ്യത്തെ പരിപാടി ഇവിടെയുള്ള മെനുവിലെ സിലബസ് എന്ന് പറഞ്ഞ മെനു പോകുക എന്നാണ്.
ഫസ്റ്റില് പോകേണ്ടത് സിലബസ് മെനു. സിലബസിൽ ചെന്നാല് അല്ല ഇത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോ ഫെമിലിയർ ആണല്ലോ. ഇപ്പൊ സിലബസ് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ലാൻഡിംഗ് പേജ്. ഇവിടെ എഗെയിൻ ഒരു ഡൗൺലോഡ് കണ്ടോ? ഡൗൺലോഡിന്റെ ആരോ ഹെഡ് ചെയ്ത 3 ഓപ്ഷൻ ഉണ്ട്. മൊഡ്യൂൾ ടെംപ്ലേറ്റ്, യൂണിറ്റ് ടെംപ്ലേറ്റ്, ഡൗൺലോഡ് സിലബസ്. അതിന്റെ അകത്തെ കോർഡിനേറ്റർ ആദ്യമായി ഡൗൺലോഡ് ചെയ്യേണ്ട ഏതാണ്? മൊഡ്യൂൾ. സിലബസ് ടെംപ്ലേറ്റ് അല്ല. സിലബസ് ടെംപ്ലേറ്റ് അവസാനം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് മൊഡ്യൂൾ ടെംപ്ലേറ്റ്. മൊഡ്യൂൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ആവും. ആ ഫയലിന്റെ പേര്, ആ കോഴ്സിന്റെ കോഡ്, കോഴ്സിന്റെ ഡാറ്റ ആയിട്ട് കൂടിയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഒരു എനേബിൾ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകണം. എഡിറ്റ് ചെയ്യുക, എനേബിൾ. ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. മൊഡ്യൂളിന്റെ നമ്പരും ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, എത്ര വേണേലും കൊടുക്കാം. അതിൽ നിങ്ങൾ ഒന്നാമത്തെ മൊഡ്യൂൾ അതിനൊരു പേര്, എന്തെങ്കിലും പേര്, ആ പേര് എന്താണേലും ബാധകമല്ല, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ആ സിലബസിലെ മുഴുവൻ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, അവിടെ ഒരു പേര് മതി. ആ മൊഡ്യൂളിനായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു യൂണീക്ക് പേര്, അത് മതി. അടുത്ത ഇത് ഏതാണോ മൊഡ്യൂൾ അത് എൻ്റർ ചെയ്യുക, അതിന്റെ പേര് കൊടുക്കുക. അങ്ങനെ ക്ലിയർ ആയോ? എന്നിട്ട് എന്താ ചെയ്യാം? ഇവിടെ ഒരു പ്ലസ് ചൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ഇത് ചെയ്യുക. നമ്മൾ എവിടെയാണ് ആ ഫയൽ ഉള്ളത്, ഇത് ഡൗൺലോഡ് ആണ്, ഇവിടെ ചെല്ലുക, അപ്ലോഡ് ഓപ്ഷൻ നടത്തുക. ഓപ്പൺ ചെയ്താൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേഡ് ആയിട്ട് വരും. അപ്പം മൊഡ്യൂൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യുക, മൊഡ്യൂൾ നമ്പർ ഇടുക, ഒരു പേര് കൊടുക്കുക, ഈ ചൂസ് ബട്ടൺ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അടുത്ത പരിപാടി, നമ്മൾ ഡ്രൈവിൽ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന ഡ്രൈവ് വിൻഡോ വരും. ഇവിടെ എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തേക്കുന്നത് അങ്ങോട്ട് ഫോൾഡർ ആക്സസ് നടത്തുക. ഏത് ഫോൾഡറിലാണുള്ളത് അവിടെ ചെന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഏതാണ് ഫോൾഡർ, എവിടെയാണോ ഉള്ളത് അവിടെ. നിങ്ങളിപ്പോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ്സിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വേണം നിങ്ങളുടേതായ ഒരു ഫോൾഡറിൽ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുക, അവിടുന്ന് അപ്ലോഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി അടുത്ത പരിപാടി എന്താണ്? ഇത് ചെയ്തതിന് ശേഷം യൂണിറ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ആവും. അത് ഓപ്പൺ ചെയ്യുക. എഗെയിൻ പേരുണ്ടാവും, യൂണിറ്റ് ആണെന്നുള്ളത് ഉണ്ടാവും, എനേബിൾ എഡിറ്റിംഗ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഏത് മൊഡ്യൂളാണ്, അതിലെ യൂണിറ്റ് നമ്പർ ഏതാണ്, ഇവിടെ എന്താണ് ആക്ച്വൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. കാരണം ഇത് നിങ്ങൾ അറിയുന്നതിന്റെ കൂടാതെ ആർക്കോടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ടേഴ്സ്. അവർക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാകണം. എനിക്ക് കിട്ടിയേക്കുന്ന കണ്ടന്റ് എവിടെ നിന്നാണെന്നുള്ളത് മനസ്സിലാകണം. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ എന്താണോ ഉള്ളത് അത് എത്രയാണോ ഉള്ളത്. ഇനി ഇവിടെ യൂണിറ്റ് നമ്പർ ഇടുമ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് യൂണിറ്റ് നമ്പർ 1 എന്ന് തുടങ്ങുക. എത്ര യൂണിറ്റ് ഉണ്ട് അതിന് 10 ആണെങ്കിൽ 10 വരെ ഇടുക. ഇനി ഇവിടെ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അടുത്ത യൂണിറ്റ് തുടങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 എന്ന് തന്നെ തുടങ്ങാം. 10 11 ആക്കണമെന്നില്ല. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിലെ 10ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ആണ്. അല്ലെങ്കിൽ എന്ത് വരും? ടോട്ടൽ യൂണിറ്റ് എണ്ണം പറയുമ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയും, മൊഡ്യൂൾ പറയുമ്പോൾ ക്ലബ് ചെയ്യാം. അപ്പൊ സേഫ് എന്താണ്? ഓരോ മൊഡ്യൂളിനകത്തുള്ള യൂണിറ്റുകൾക്ക് അതാത് നമ്പറുകൾ കൊടുക്കുക. 1 തൊട്ട് 10 വരെ ആണെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂൾ തുടങ്ങുമ്പോൾ വീണ്ടും 1 എന്ന് തുടങ്ങിക്കൊള്ളുക. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് ഇതേപോലെ തന്നെ ചൂസ് ബട്ടൺ അവിടെ ചെയ്യുക, ഈ ഫയൽ അപ്ലോഡ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്തോണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സിസ്റ്റം കൊണ്ടുവരും. മൊഡ്യൂൾ യൂണിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ സിലബസ് എടുത്താൽ മൊഡ്യൂൾ ഏതാണ്, ആ മൊഡ്യൂളിന്റെ പേരെന്താണ്, അതിന്റെ യൂണിറ്റ് ഏതാണ്, യൂണിറ്റിലെ ടെസ്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തരും. ഇത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ ഫീച്ചർ ഇല്ല. ഒറ്റയടിക്ക് മൊഡ്യൂളും യൂണിറ്റും കൂടെ അങ്ങോട്ട് ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യണം? മൊഡ്യൂൾ ടെസ്റ്റും മൊഡ്യൂൾ നമ്പർ ഇട്ടുകൊണ്ട് ആദ്യമേ അപ്ലോഡ് ചെയ്യുക. യൂണിറ്റ് ടെസ്റ്റും യൂണിറ്റ് മൊഡ്യൂള് യൂണിറ്റ് ടെസ്റ്റ് യൂണിറ്റ് ഏതാണെന്നുള്ളത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ കഴിയുമ്പോൾ ഇത് ഒരുമിച്ച് സിസ്റ്റം ഇങ്ങോട്ട് തരും. ഇത് എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക, നിങ്ങൾ ചെയ്തത്
ശരിയാണോ? ഇപ്പം ഇതെല്ലാം ഒറ്റ ഡേറ്റ കിട്ടിയില്ലേ? മൊഡ്യൂൾ ഏതാണ്, മൊഡ്യൂളിന്റെ ടെസ്റ്റ് ഏതാണ്, യൂണിറ്റ് ഏതാണ്, യൂണിറ്റിന്റെ ടെസ്റ്റ് ഏതാണ്, ഒറ്റയടിക്ക് ഇത് ടെസ്റ്റ് നടത്താം. ഇത്രയും കാര്യം ആര് ചെയ്യണം? കോർഡിനേറ്റർ. ഇനി കോർഡിനേറ്റർ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഈ സിലബസിന്റെ കാര്യം തീർന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൾക്കാർക്കും ഇതിനകത്ത് റൂട്ടില്ല, കോർഡിനേറ്റർക്കും ഇല്ല, കോൺട്രിബ്യൂട്ടർക്കും ഇല്ല. അടുത്ത കാര്യം ചെയ്യേണ്ട ആള് കോർഡിനേറ്റർ തന്നെയാണ്. അത് ചെയ്യേണ്ട സ്ഥലം ഔട്ട്കം ആണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഇവിടെ കണ്ടോ ഒരു ആഡ് ഔട്ട്കം മെനു എന്ന് പറഞ്ഞ ഇവിടെ ഔട്ട്കം കണ്ടോ? ഈ ഔട്ട്കം എന്ന് പറഞ്ഞ മെനു ആണ് എടുക്കേണ്ടത്. ആഡ് ഔട്ട്കം എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ ചെയ്യുക. ഇവിടെ ഔട്ട്കത്തിന് നിങ്ങളുടെ സിലബസിൽ എത്ര ഔട്ട്കം ഉണ്ടെന്നില്ല അതിന്റെ സൈഡിൽ നമ്പർ ഇട്ടിട്ടില്ലേ? അതേ സീക്വൻസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ അതിനെ മാറ്റം വരുത്തരുത്. ഒന്നാമത്തെ ഔട്ട്കം സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ എന്ത് തന്നെ പറയണം, അതിനെ ഒന്നാമതായിട്ട് തന്നെ പറയണം. ഒരിക്കലും അതിനെ രണ്ടാമതാക്കോ മൂന്നാമതാക്കോ ചെയ്യരുത്. സിലബസിൽ എന്ത് നമ്പർ കൊടുത്തോ അതേ നമ്പർ കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ ആണെങ്കിൽ അതിന്റെ ടെസ്റ്റ് എന്താണോ ആ ടെസ്റ്റ് ഫുള്ളായിട്ട് കോപ്പി ചെയ്യുക. സിലബസിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് കോപ്പി ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. ഇതിനകത്ത് തന്നെ വെച്ചാല് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടെസ്റ്റ് ഫയലാണ്, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ആഡ് ചെയ്ത് വരും. ഇനി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം വെച്ചാല്, നിങ്ങൾ 1 എന്ന് പറഞ്ഞായിരുന്നല്ലോ കൊടുത്തത്. സിസ്റ്റം സേവ് ചെയ്യുന്ന എങ്ങനെയാണ്? കോഴ്സ് കോഡ് ഡോട്ട് 1 എന്നാണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ 1 നോക്കിയാൽ കാണത്തില്ല, പകരം കോഴ്സ് കോഡ് ഡോട്ട് 1 എന്ന് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആരോടും പറയണം, നിങ്ങളുടെ കോൺട്രിബ്യൂട്ടേഴ്സിനോടും പറയണം. 1 എന്ന് പറഞ്ഞാൽ 1 തപ്പിയാൽ കിട്ടത്തില്ല. കോഴ്സ് ഔട്ട്കത്തിന്റെ കോഴ്സ് കോഡ് ഡോട്ട് 1 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഔട്ട്കം. ഈ കാര്യം ചെയ്യുമ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അതായത് ആരുടെ പരിപാടി കഴിഞ്ഞു? കോർഡിനേറ്റർ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി കോർഡിനേറ്റർ വേണമെങ്കിൽ ഇവിടെ ചെയ്യാവുന്ന ഒരു പരിപാടി വെച്ചാൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് കോൺട്രിബ്യൂട്ടർക്ക് കൊടുക്കാം. പക്ഷെ ചെയ്യരുത്. എന്ത് ചെയ്യണം? കോർഡിനേറ്റർ ആ കോൺട്രിബ്യൂട്ടേഴ്സിന് പകരം നിങ്ങളുടെ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്ന് പറയുക. എന്നിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുക അല്ലേ? അപ്പൊ അങ്ങനെ അവർ ലോഗിൻ ചെയ്തിട്ട് അവർ ചെയ്യേണ്ട റോൾ എന്തായേ ഉള്ളൂ? സിലബസും ഔട്ട്കം അവർക്ക് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അവരെവിടെ വരണം? ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടേക്കുന്ന സെഷനിൽ വരണം. അപ്പൊ കോൺട്രിബ്യൂട്ടേഴ്സ് നേരിട്ട് എവിടെ വരണം? ക്വസ്റ്റ്യൻ എന്ന് വരണം. ഇവിടെ ഉള്ളതിന്റെ അകത്ത് ഇത് ഏത് കോഴ്സ് കോഡാണ്, ഏത് കോഴ്സാണെന്ന് ഇവിടെ ഉണ്ടല്ലോ. ഈ കാര്യം കണ്ടു. ഇവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കണ്ടോ? ഇവിടെ ഐക്കൺ ഈ കോർണറില് കാണാവോ? ഈ സൈഡില് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഇവിടെ എന്നാ സംഭവിക്കുക വെച്ചാല്, ഇപ്പൊ എന്നാ മനസ്സിലാവും? ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവോ? കണ്ട കാര്യങ്ങൾ കാണാവോ? ഇല്ലല്ലേ? ഇവിടെ ഉള്ള പ്രത്യേകത, ഇതിൽ ആദ്യത്തെ 13 ലൈൻ കണ്ടോ? ഒരു റോ നമ്പർ കണ്ടോ? ഇവിടെ 13. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സാധനം റിസേർവ്ഡ് ആണ്. അതിൽ തൊടാൻ ഒരുത്തർക്കും അനുവാദമില്ല. അത് അവിടെ ബ്ലാങ്ക് ആയിട്ടാണ്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യോ എഡിറ്റ് ചെയ്യോ ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്, പക്ഷെ ചെയ്യരുത്. ആ ലൈനെ തുടരുത്. അത് ബ്ലാങ്ക് ആയിട്ട് അവിടെ തന്നെ നിർത്തണം. അത് തുടരുത്. ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ ഉള്ളത്? ഒന്നാമത്തെ കോഴ്സ് കോഡ് ഡോട്ട് 1 ഒന്നാമത്തെ ഔട്ട്കം ഏതാണ്, അതിന്റെ ഔട്ട്കത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എന്നാണ് 2 കോളത്തിലുള്ളത്. ഒന്നാമത്തെ കോളം ഔട്ട്കത്തിന്റെ നമ്പർ, രണ്ടാമത്തെ കോളം ഔട്ട്കത്തിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇത് 13 എണ്ണം അവിടെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലെ 4 തൊട്ട് 13 വരെ ബ്ലാങ്ക് ആണ്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ പേരെഴുതാനോ ഒന്നും ചെയ്തേക്കരുത്. അത് സിസ്റ്റം അപ്ലോഡ് ചെയ്യുമ്പോൾ ഫെയിലിയർ ആവും. ഈ 13 റോയി അതേപടി തന്നെ നടത്തണം. ഇനി ഇതിനകത്ത് നോക്കിയാൽ താഴെ നോക്കിയേ, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, സിഒ മാപ്പിംഗ് ലോജിക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര പാർട്ടുണ്ടോ അത്രയും ഷീറ്റ് ഇതിനകത്തുണ്ടാവും. 3 പാർട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇവിടെ പാർട്ട് എ ഉണ്ടാവും, പാർട്ട് ബി എന്ന് പറഞ്ഞ ഷീറ്റ് ഉണ്ടാവും, പാർട്ട് സി ഉണ്ടാവും. 4 പാർട്ട് ആണെങ്കിൽ 4 ഷീറ്റ് ഉണ്ടാവും. 5ാമതൊരു ഷീറ്റ് ഉണ്ട്, സിഒ മാപ്പിംഗ് ലോജിക്. ഇത് നിങ്ങൾ നോക്കുകയേ വേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, ശല്യം ഉണ്ടാക്കാതിരുന്നാൽ മതി. അത് അവിടെ ഇരുന്നോളൂ. ഇതിന്റെ ലോജിക് ആയിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞ 3 വെയിറ്റേജ് എടുത്ത ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇത് പഠിച്ചിട്ട് ഇതുപോലെ തിരിച്ച് ചെയ്യരുത്.
ഇത് അവിടെ ഉണ്ടായാലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാനേ പോകരുത്. അതിൻ്റെ അകത്ത് വെയിറ്റേജ് 1, 2, 3 0 എന്നൊക്കെ ഉണ്ട്. അതൊന്നും നോക്കരുത്. എന്ത് വെയിറ്റേജ് ഇടണം? ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് സിഒയിൽ നിന്നാണെങ്കിൽ ആ സിഒയുടെ നേരെ 3 എന്ന് എൻ്റർ ചെയ്യണം. 3 അല്ലാത്ത ഒരു വെയിറ്റേജ് നിങ്ങൾ ഇടരുത്. 2 സിഒ ഉണ്ടെങ്കിൽ 2 സിഒയിലേക്കും 3 എന്ന് തന്നെ എൻ്റർ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ കോളങ്ങൾ ശ്രദ്ധിച്ചോ. മൊഡ്യൂൾ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് കണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സിഒ കണ്ടില്ലെന്ന് പറഞ്ഞു വരുമെന്ന്. കണ്ടോ? എല്ലാ കോളത്തിലും കോഡ് ഇരിക്കുന്ന പോലെ ഉള്ളൂ. കോഴ്സ് കോഡ് ഇതിന്റെ വലുതാക്കിയാൽ എന്തുണ്ടാവും? കോഴ്സ് കോഡ് ഡോട്ട് 1, കോഴ്സ് കോഡ് ഡോട്ട് 2, കോഴ്സ് കോഡ് ഡോട്ട് 3. സിഒയുടെ പേര് ക്ലിയർ ആവും. അത് കാണാതിരിക്കുന്നതാണ്. എല്ലാ കോളത്തിലും കൊടുത്തേക്കുന്നത്. അത് എന്താണെന്ന് തിരിച്ചറിയണം. ഒന്നാമത്തെ സിഒ, രണ്ടാമത്തെ സിഒ, മൂന്നാമത്തെ സിഒ എന്ന് തിരിച്ചറിയണം അല്ലേ? ഇനി അതിനപ്പുറത്തുള്ളത് ടാക്സോണമി. ഈ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ലെവല്, ഇമ്പോർട്ടൻസ്, നേച്ചർ, ആൻസർ കീ, എക്സ്പയർ, പ്ലേസ് ഫോർവേഡ്. ഇത്രയും കോളമാണ് ഉള്ളത്. ഇതിന്റെ അത് ഓരോന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ എന്ത് പറയണം? ആദ്യമേ ഈ ചോദ്യം ഏത് മൊഡ്യൂളിലാണ് നമ്മൾ സെലക്ട് ചെയ്യണം. അവിടെ നിങ്ങൾ വേറൊരു ടൈപ്പിംഗ് പരിപാടി ഒന്നും നടത്തരുത്. ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം. സ്വന്തമായി അവിടെ ഒന്നും എൻ്റർ ചെയ്യരുത്. രണ്ടാമത്തേൽ ഒന്നുണ്ടാവും, ഇതേപോലെ നമ്പർ ഉണ്ടാവും. ഒന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണെങ്കിൽ ചോദ്യം മൂന്നാമത്തെ എൻ്റർ ചെയ്യാം. പിന്നെ എന്താണ്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്യുക. എക്സൽ ചെയ്യുന്നവര് അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്ത രീതി ഞാൻ പറഞ്ഞു തരാം മറ്റൊരിടത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ചോദ്യത്തിന്റെ പാർട്ടായിട്ട്, ഒരു ചോദ്യത്തിന്റെ പാർട്ടായിട്ട് ഒത്തിരി കണ്ടന്റ് ഉണ്ടെങ്കിൽ അടുത്ത ലൈനെ കൊണ്ട് എൻ്റർ ചെയ്യരുത്. അടുത്ത ലൈനിൽ എൻ്റർ ചെയ്താൽ അടുത്ത ചോദ്യമായിട്ട് സിസ്റ്റം കണക്കാക്കുള്ളൂ. ഇവിടെ ഇതിന്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ ലൈൻ എൻ്റർ ചെയ്യേണ്ട എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? വീതി കൂട്ടണം. അതിനകത്ത് നിങ്ങൾ ഒരു ലൈൻ എഴുതി അതിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആകുകയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിരിക്കാം, അവിടെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വിസിബിൾ ആക്കണേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീബോർഡിൽ Alt + Enter ഞെക്കിയാൽ മതി. അടുത്ത ലൈനായിട്ട് അവിടെ വരും. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഒരു ചോദ്യത്തിന്റെ പാർട്ടായിട്ട് തന്നെ 2 സെന്റൻസ് ആയിട്ട് വന്നെന്ന് വെച്ചോ. കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആണ് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്താൽ മതി. ഇതിന്റെ അപ്പുറത്ത് പോകുന്ന ഒരു സാധനമാണെങ്കിലും അവിടെ വന്നോളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നെ 2 ലൈനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കണം എന്ന് വെച്ചോ. ഒരു ചോദ്യം തന്നെ, പക്ഷെ അതിനകത്ത് 2 പാർട്ടുണ്ട്. ഒരു ലൈനെ കാണിക്കുന്ന അടുത്ത പാർട്ട് രണ്ടാമത്തെ ലൈനിലെ തുടങ്ങാവുള്ളെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? ഒന്നാമത്തെ ലൈനിലെ കണ്ടന്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ കണ്ടന്റ് നിൽക്കുന്നതെങ്കിൽ Alt + Enter, കീബോർഡിലുള്ള Alt Enter കൂടെ ഒരുമിച്ച് വെച്ചാൽ അടുത്ത ലൈനെ വരും. സോ ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. എന്നെ ഡിലീറ്റ് ആകാതെ നോക്കുക കേട്ടോ. ചുമ്മാ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത കീയിലാണ് പോകും, അടുത്ത റോയിൽ പോകും. Alt Enter ആണെങ്കിൽ എന്താണ്? അടുത്ത ലൈനായിട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇത് എപ്പോഴേ വേണ്ടി വരുള്ളൂ? ഒരു ചോദ്യത്തിന്റെ തന്നെ സബ് പാർട്ടാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നമ്പർ ഇട്ട് ആഡ് ചെയ്യരുത്. സബ് പാർട്ടുകൾ മനസ്സിലായി? അതിന്റെ അകത്ത് തന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ 1 പോയിന്റ് 2 പോയിന്റ് 3 പോയിന്റ് ഒന്നും ഇട്ടേക്കരുത്. ഒരിക്കലും ചോദ്യത്തിന് നമ്പർ ഇട്ടേക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഇവിടെ 1 പോയിന്റ് എന്ന് പറഞ്ഞ 1 ബ്രാക്കറ്റ് എന്ന് ഇങ്ങനെ ഒന്നും ഇട്ടേക്കരുത്. ചോദ്യത്തിൽ എന്താണ് വേണ്ടത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഇവിടെ ഒരു നമ്പർ ഇട്ടേക്കരുത്. കാരണം എന്താണ്? ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പം ചോദ്യപേപ്പർ വരുമ്പോൾ 10ാമതായിട്ടായിരിക്കും വരുന്നത്. അത് നമുക്ക് അറിഞ്ഞുകൂടെ എവിടെയാ വരുന്നതെന്ന്. അപ്പൊ ഈ നമ്പർ ഇട്ടേക്കരുത്. ക്ലിയർ ആയോ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തില്? ഇനി ഇതിന്റെ നേരെ എന്ത് ചെയ്യണം? അത് ഏത് സിഒയിലാണെന്നുള്ളത് നോക്കുക. സിഒയുടെ അവിടെ എന്ത് സെലക്ട് ചെയ്യാവുള്ളൂ? 3. ഒരു സിഒയിലേക്കാണെങ്കിൽ 3, അടുത്ത സിഒയിലേക്ക് കൂടെ ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അടുത്തതിലും 3. ഒരു സിഒയിലേക്ക് തന്നെയാണെങ്കിൽ 2 കോളത്തിൽ മാത്രം 3 എൻ്റർ ചെയ്യാം. ഇനി എന്താണ്? ടാക്സോണമി. ഇവിടെ എന്താണ്? എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. അവിടെ എന്ത് ചെയ്യരുത്? ടൈപ്പ് ചെയ്യരുത്.
ലെവല് ഏതായിരിക്കും? ഈസി, മീഡിയം, ചലഞ്ചിങ്, അതും സെലക്ട് ചെയ്യുക. ഇമ്പോർട്ടൻസ് സെലക്ട് ചെയ്യുക. നേച്ചർ സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ തിയറി, ആൻസർ കീ വേണ്ട. എക്സ്പയർ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഇൻ 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ നോർമലി ലൈഫ് ടൈം ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ പ്ലേസ് ഹോൾഡറിന്റെ അവിടെ നിങ്ങൾ 1500 ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടെങ്കിൽ പണിയെടുത്തോളൂ, ഇല്ലെങ്കിൽ വെറുതെ പണിയെടുക്കണ്ട, അവിടെ ഒന്നും എൻ്റർ ചെയ്യണ്ട. ഇതേ കാര്യം എവിടെയുണ്ട്? പാർട്ട് എയിലുണ്ട്, പാർട്ട് സിയിലും ഉണ്ട്. നിങ്ങൾക്ക് ഇടുന്ന ക്വസ്റ്റ്യൻ അവനവന് കിട്ടിയ യൂണിറ്റിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ സേവ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? എഗെയിൻ ചൂസ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് ഫയൽ അതിനെ അപ്ലോഡ് ചെയ്യാം. ചോദ്യം വരും. അതൊരു ഓപ്ഷൻ എക്സൽ ഫയലിൽ നിങ്ങൾ ചെയ്തിട്ട് അവസാനം ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇവിടെ തന്നെ പോർട്ടലിൽ തന്നെ നേരിട്ട് ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആഡ് ക്വസ്റ്റ്യൻ ഐക്കൺ കണ്ടോ? അതിൻ്റെ അതെന്താ ഉള്ളത്? 2 തരമുണ്ട്. MC എന്ന് പറഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞ പാറ്റേൺ. നിങ്ങളുടെ നോർമൽ ടെസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് സെലക്ട് ചെയ്യണം? ടെസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ വരും. ഇവിടെ എന്തൊക്കെ സെലക്ട് ചെയ്യണം? ഏത് പാർട്ടിലേക്കുള്ള ചോദ്യമാണ്, അത് ഏത് മൊഡ്യൂളാണ്, ആ മൊഡ്യൂളിൻ്റെ അകത്തെ യൂണിറ്റ് ഏതാണ്, ആ എൻ്റെ ടാക്സോണമി ഏതാണ്, ഇമ്പോർട്ടൻസ് ഏതാണ്, അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ക്വസ്റ്റ്യൻ. ഇനി MCQ ആണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് വരും? ആ ഓപ്ഷൻ കൊടുക്കാനുള്ള ഫീച്ചറും കൂടെ വരും. ഇനി എന്താണ്? ആൻസർ കീ ഉണ്ടെങ്കിൽ എഴുതുക, പ്ലേസ് ഹോൾഡർ ഉണ്ടെങ്കിൽ എഴുതുക. ഇനി എന്താണ്? CEO മാപ്പിംഗ് എന്ന് പറയുന്ന ഫീച്ചർ അല്ലേ? മുമ്പേ കണ്ട പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? CEO ലെവലുണ്ട്. അത് ഏത് CEO ആണ് അതിനെ 3 ആഡ് ചെയ്യുക. ആഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കണ്ടോ എറർ? നമ്മളിവിടെ പകുതി സാധനം ചെയ്തോളൂ, അത് ചെയ്യാതെ സ്വീകരിക്കത്തില്ല. ഇത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്താൽ ഇറ്റ് വിൽ ബി ആഡ്. ക്വസ്റ്റ്യൻ സക്സസ്ഫുള്ളി ആഡ് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടും. ക്ലിയർ ആയോ? ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ ഫീച്ചർ ഒരുമിച്ച്? മറ്റേതാണെങ്കിൽ ഓൺലൈനാണ്, ഇത് ഓൺലൈനാണ്. നെറ്റ്വർക്ക് കണക്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റേത് എക്സൽ ഫയലിൽ ചെയ്യാം. ഇത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഏതാണെന്ന് ചെയ്യാം. ക്ലിയർ ആയോ? മിക്സ് ആയിട്ട് ചെയ്യാം. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് തന്നെ ചെയ്യാം. എക്സലിൽ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യണേ ചെയ്യാം. ഏത് കോമ്പിനേഷൻ വേണേൽ ചെയ്യാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അവനവന്റെ ചെയ്യുക. കോർഡിനേറ്റർ മൊത്തം ആൾക്കാരുടെ മേടിച്ചിട്ട് ഈ പരിപാടി ചെയ്യരുത്. അതാത് ആളുടെ ക്വസ്റ്റ്യന്റെ ഓണർഷിപ്പ് ആർക്കാന്നുള്ളത് കിട്ടും. ഏതാ? ഇവിടെ തന്നെ സെയിം ലൊക്കേഷൻ തന്നെ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന്റെ അത് എടുത്താൽ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പോയില്ലേ, ഡൗൺലോഡ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ താഴെയുണ്ട്. ഇവിടെയാണ് ആഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2 തരം ഓപ്ഷനാണ് ഉള്ളത്. ഏതിനും പോകേണ്ട സ്ഥലം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് ചെല്ലുക, അന്നേരം ഈ ഫീച്ചർ വരും. ഈ ഓപ്ഷൻ ആണെങ്കിൽ എക്സൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നു. ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നു. ആഡ് ക്വസ്റ്റ്യൻ അത് എന്താ ഉള്ളത്? ടെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു, ക്വസ്റ്റ്യൻ എടുക്കാനുള്ള വിൻഡോ വരുന്നു. അതാണ് വ്യത്യാസം. ക്ലിയർ ആയോ? ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കഴിഞ്ഞ സെമ്മില് നിങ്ങൾ ചെയ്തിരുന്ന ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. അതിനെ നമ്മൾ മിനിമൈസ് ചെയ്യുവാണ്. ഈ കാര്യം നിങ്ങൾ അതിന്റെ ഫീച്ചർ ഇപ്പൊ നോക്കണ്ട. ഇങ്ങനെ ഒരു പാറ്റേൺ വരും. ഇത് എങ്ങനെയാണിപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി അത് ആകെ ഉണ്ടാകാൻ പോകുന്ന എത്രയേ ഉള്ളൂ? ക്വസ്റ്റ്യൻ ID, സെഷൻ, മൊഡ്യൂള്, ദെൻ CO. ബാക്കി എല്ലാ കോളങ്ങളും റിമൂവ്ഡ് ആവും നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേനും. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് പാർട്ടിലാണ്, ഏത് മൊഡ്യൂളിലാണെന്നും ഏത് COയിലാണെന്നും നമ്മൾ പറയുന്നുള്ളൂ. ആരാണ് തീരുമാനിക്കുന്നത് ഏത് യൂണിറ്റിൽ നിന്ന് ചോദ്യം എടുക്കണമെന്ന്? ക്വസ്റ്റ്യൻ ബാങ്കാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? അതിന് ഇഷ്ടമുള്ള യൂണിറ്റിൽ നിന്ന് പോയി ചോദ്യം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ യൂണിറ്റിൽ നിന്നും എല്ലാ പാർട്ടിലേക്കും ചോദ്യം ഉണ്ടാകണം. അതിന്റെ മിനിമം കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ക്ലിയർ ആയോ? ഉണ്ടായോ? ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഇപ്പൊ വേണ്ട, നമ്മളത് കോർഡിനേറ്റർമാർക്ക് അടുത്ത ലെവലിൽ പറഞ്ഞു കൊടുത്തോളാം.
ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ്, ഞാൻ 2 ടേബിളിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ടേബിൾ എക്സസൈസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ അതെടുത്ത് പേസ്റ്റ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ആ എക്സസൈസ് ചെയ്താലോ? അതായത് എല്ലാവരും അവരുടെ സിലബസ് എടുക്കാവോ? ഒരു കോഴ്സിനെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും കൂടെ ഒരെണ്ണം എടുത്താൽ, ഒരു ഗ്രൂപ്പിൽ ഒരെണ്ണം വെച്ചെടുത്താൽ മതി. എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു കാര്യം പറയട്ടെ, ഇനി പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇപ്പൊ പരീക്ഷ നടത്താൻ പോകുന്ന സബ്ജക്റ്റിൽ ശ്രദ്ധിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കരുത്. കാരണം ഓരോന്നും വ്യത്യാസമുണ്ട്. ഇപ്പൊ അവിടെ ഞാൻ കണ്ടത് വയലിനല്ല, ഞാനിപ്പോ വയലിന് വളരെ എളുപ്പമാണ്. 4 യൂണിറ്റ്, 4 മൊഡ്യൂള്, ഓരോ മൊഡ്യൂളിനും ഓരോ CO, എല്ലാത്തിനും 15 അവർ. മനസ്സിലായില്ലേ? സമ്പൂർണ്ണ ജനാധിപത്യമാണ്. അപ്പോ ഒരു പ്രയാസമില്ല. നേരെ ആദ്യം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് രണ്ടാമത്തെ. സിഒക്ക് വേണ്ടി രണ്ടാമത് ചെയ്യണ്ട. ആദ്യം പറഞ്ഞ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിയുമ്പോൾ സിഒയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക്കലി അത് തന്നെയാവും. വേറെ ഒന്നും അവിടെ ചെയ്യാനില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി 2 ടേബിളിൽ സെപ്പറേറ്റ് ചെയ്യണ്ട. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നത് ചെയ്ത് നോക്കിയപ്പോ വളരെ ഈസിയാണ്. എല്ലാത്തിനും ഇതുപോലെ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ പാരാമീറ്റേഴ്സ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് വരണം. സിലബസിന്റെ ആദ്യത്തെ പേജ് തൊട്ട് എടുത്ത് ഓരോ പാരാമീറ്റർ ചെക്ക് ചെയ്ത് എഴുതി വരണം. ടേബിൾ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ടേബിൾ ഒന്ന് കാണിച്ചു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവും. എന്തോ സാറെന്തോ ചോദിക്കാൻ വന്നത്? അതായത് ഞാനൊരു എക്സൽ ഓപ്ഷനും ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടു. എക്സൽ ഓപ്ഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റിനും കൂടെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. മറ്റേതാണെങ്കിൽ അറ്റ് എ ടൈം ഓരോ ക്വസ്റ്റിനാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ആ ക്വസ്റ്റ്യൻ ടെസ്റ്റ് കൂടെ 1, 1, 2 എന്ന് പറഞ്ഞ് എഴുതിയേക്കരുത്. ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റിന്റെ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. 4 ക്വസ്റ്റ്യൻ എടുത്ത് ടെസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതുന്ന ടെസ്റ്റിന് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റിന്റെ പ്രോപ്പർട്ടി മാത്രമാണ്. ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ 1 പോയിന്റ് എന്ന് എഴുതി ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ടും അടുത്ത എൻ്റർ അടിച്ച് 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടാക്കരുത്. അത് രണ്ടും എന്തായിട്ട് വരുള്ളൂ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ ഇത് ചെയ്യേണ്ട ഒറ്റ ക്വസ്റ്റ്യൻ ആണ് അറ്റ് എ ടൈം. എക്സൽ ആണെങ്കിൽ ഒരു റോയിലാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത റോ എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് റോ വെച്ചിട്ടാണ് ആ ഡാറ്റ പഠിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? ഇത് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ നെറ്റ് കൊണ്ടിരിക്കണം, ഇന്റർനെറ്റിൽ ഇരിക്കണം, അതായത് ഓൺലൈനിലായിരിക്കണം. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാനാവും. ഒന്നത്. രണ്ടാമത്, ഒരു ചോദ്യം സബ്മിറ്റ് ചെയ്താൽ രണ്ടാമത് ഈ മുകളിൽ കാണുന്ന പാരാമീറ്റേഴ്സ് എല്ലാം ഇല്ലേ, രണ്ടാമത്തെ ക്വസ്റ്റിന് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതവിടെ തന്നെ വരില്ല. ഒരു ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത പേജ് ബ്ലാങ്ക് ആണ്. ഇതുപോലെ തന്നെ. അപ്പൊ എന്ത് വേണം? സെക്ഷൻ, മൊഡ്യൂള്, യൂണിറ്റ്, ടാക്സോണമി, ഇമ്പോർട്ടൻസ് എല്ലാം ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം. നേരെ കുറച്ച് എക്സൽ ആണെങ്കിലും അഡ്വാൻറ്റേജ് എന്താ? എക്സലിന്റെ ഒരു ആദ്യത്തെ കോളത്തിൽ മൊഡ്യൂൾ ഉണ്ടാവും, അടുത്ത കോളത്തിൽ യൂണിറ്റ് ഉണ്ടാവും, അതിന്റെ അടുത്ത കോളത്തിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം, തൊട്ടടുത്ത കോളത്തിൽ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം അതിന്റെ നേരെ തന്നെ കിടക്കുന്നുണ്ട്. താഴേക്കല്ല, അതിന്റെ നേരെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങ് വരെ പോണെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾക്ക് ഒരു വേർഡിനകത്ത് ചോദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ചോദ്യത്തെ കോപ്പി പേസ്റ്റ് ചെയ്യാം. പാരാമീറ്റേഴ്സ് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. പറഞ്ഞു മനസ്സിലായോ? ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴും അഡ്വാൻറ്റേജ് ഏതിനാ? എക്സൽ ആണ്. പിന്നെ സാറ് പറഞ്ഞ അവസാനത്തെ ഒരു ഗുണവും കൂടെ ഉണ്ട്. എന്താ? ഒരൊറ്റ സിംഗിൾ ക്ലിക്ക് അപ്ലോഡാണ്. മൊത്തം ഡേറ്റ അവിടെ പോകും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ എഡിറ്റ് ചെയ്യാൻ പെർമിഷൻ കാണിച്ചു. നേരത്തെ ടെംപ്ലേറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞല്ലോ, ആ പെർമിഷൻ ഉള്ള സ്ഥലത്തല്ലാതെ വേറെ എവിടെ എഡിറ്റ് ചെയ്താലും ആ ഫയൽ കറക്റ്റഡ് ആവും. അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കുന്ന ഫയൽ അത് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി വേറെ ഒരു പ്രശ്നം, അത് എപ്പോഴും എന്താണ് കാരണമെന്ന് അത് കാണിച്ചോണമെന്നില്ല. ഫയൽ കറക്ഷനെ ചിലപ്പോൾ കാണിക്കുള്ളൂ, മെസ്സേജ് കാണിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാരണവശാൽ എഡിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് തൊടാൻ പാടില്ല. എഡിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. എഡിറ്റ് ചെയ്യാവുന്ന സ്ഥലം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റോ നമ്പർ എത്രയാണെന്ന് പറഞ്ഞിരുന്നു. ആ നമ്പറിൽ 15. അവിടെ മുതലേ നമുക്ക് ജോലിയുള്ളൂ. ബാക്കിയുള്ളത് അവിടെ കിടന്നോട്ടെ, നമ്മുടെ പണിയില്ല. പിന്നെ മൊത്തമായി സെലക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യരുത്. ഇപ്പൊ വേർഡിൽ 5 ചോദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? 5ഉം കൂടി കോപ്പി ചെയ്ത് എക്സലിന്റെ ക്വസ്റ്റ്യൻ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ആ 5 ക്വസ്റ്റ്യനും കൂടെ ഒരിടത്ത് വരും.
അല്ലെ? അതിന്റെ കോളമൊന്നും അത് പിടിക്കില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം ചിലർ ചെയ്യാറുണ്ട്, ഈ എക്സൽ പേജിന്റെ അത്രയും ഭാഗം കോപ്പി എടുത്തിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് വേർഡിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യും. അപ്പൊ കോളം എല്ലാം കിട്ടുമല്ലോ. എന്നിട്ട് അവിടെയുള്ള ചോദ്യത്തെ അതേപോലെ മുഴുവൻ ആ ടേബിൾ സൈതം പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഡൗൺ മുഴുവൻ പോകും. നിങ്ങൾ ടാക്സോണമി ലെവലിലെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഇതെല്ലാം നിങ്ങൾ അപ്പുറത്തുനിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ ആ ഡ്രോപ്പ് ഡൗൺ ഡിസേബിൾ ആവും, അപ്പോഴും ഫയൽ കറക്റ്റഡ് ആവും. അതുകൊണ്ട് എക്സൽ ഫയലിനകത്ത് അനാവശ്യമായ വിക്രിയകളൊന്നും കാണിക്കരുത്. നോർമലി ടൈപ്പ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എക്സൽ ആണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് ചെയ്യുന്നതിൽ പ്രയാസമില്ല. ഇതിനകത്ത് ഇക്വേഷൻ ഇല്ല, സ്പെഷ്യൽ ക്യാരക്ടർ ഇല്ല, ഒന്നും വരാനില്ല. പിന്നെ സംസ്കൃതത്തിന് വളരെ ഈസി ആയിട്ട് യൂണിക്കോഡിൽ ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് ആ പ്രശ്നവും ഇതിനകത്തില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എക്സസൈസിന് നേരിട്ട് ചോദ്യം ഇടുന്നതിനകത്ത് റിസ്ക് കൂടുതലാണ്. മറ്റൊന്ന്, നിങ്ങൾ ചോദ്യം ഇട്ടു എന്ന് കരുതുന്നത് വന്നോളണം എന്ന് ഉറപ്പില്ല. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അത് വരാതിരിക്കാം. നിങ്ങൾ അറിയില്ലല്ലോ, നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നെറ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ സാർ ഇത് കാണിക്കുന്നതിനിടയിൽ 2-3 തവണ ഇത് പോയി. അതുകൊണ്ട് അതിനകത്ത് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് എക്സൽ പരമാവധി, ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, സയൻസ് ഇരിക്കുന്നിടത്ത് അത് പറയാനാവില്ല. എക്സൽ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ആ ടേബിൾ നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇമേജസ് അങ്ങനെ ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ഇമേജ് യൂസ് ചെയ്യുന്ന? ഉണ്ട്. ഇമേജ് ആയിട്ട് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇമേജും കൂടെ കൊടുത്തിട്ട് ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടോ? ഉണ്ട്. തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരൊറ്റ ചോദ്യമുള്ളൂ. ഏതെങ്കിലും ഒരു മുദ്ര കാണിച്ചിട്ട്, മുദ്രയുടെ പടം കാണിച്ചിട്ട് ഏത് മുദ്രയാണെന്ന് ചോദിക്കുന്നുണ്ടോ? ചോദിക്കാം. ചോദ്യം അങ്ങനെ ഒരു സിനാരിയോ ഇവിടെ പറഞ്ഞോട്ടെ. ഇവിടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞ ഐക്കൺ കണ്ടോ? നിങ്ങൾക്ക് ക്വസ്റ്റിന്റെ പാർട്ടായിട്ട് ഒരു ഇമേജ് വേണമെന്ന് വെച്ചോ, ഒരു ക്വസ്റ്റിന്റെ കൂട്ടത്തില്. അപ്പൊ അതിനെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇമേജ് മെനു ഉണ്ടോ? ഇവിടെ വരിക, ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ചെയ്യാം. നിങ്ങളുടെ ഇമേജസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസിഫൈ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു ആഡ് കാറ്റഗറി ഉണ്ട്. ഈ ആഡ് കാറ്റഗറി നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചുമ്മാ പേര് കൊടുക്കുക. നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവിടെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുക. ആഡ് നമ്മളൊരു പേര് കൊടുത്ത് ആഡ് ചെയ്തു. അപ്പൊ അവിടെ ഒരു ഫോൾഡർ ഉണ്ടായെന്ന് വിചാരിക്കുക. ഫോൾഡറിന് തുല്യമായിട്ട് അതിന് കൊടുത്ത പേര്. ഇനി എന്നാന്ന് വെച്ചാല് നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് ഉണ്ടല്ലോ. അപ്പൊ ആ ഇമേജ് ഏത് ഫോൾഡറിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ചൂസ് കാറ്റഗറി ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ പേര് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്ത് ഇമേജ് ആണ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ചൂസ്. നിങ്ങളുടെ മിഷനിൽ എവിടെയെങ്കിലും ഒരു ആ ഇമേജ് കിടപ്പുണ്ടെങ്കിൽ പോയി സെലക്ട് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പൊ അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തു ചോദ്യം, അല്ല ആ ഇമേജ് കൊടുത്തു. ഇനി നിങ്ങൾ എന്നാന്ന് വെച്ചാല് ഈ ഇമേജ് ചോദ്യത്തിന്റെ ഭാഗമാകണം. ഒത്തിരി സൈസ് റിലീസ് വേണം. എന്നിട്ട് നമ്മൾ ചോദ്യത്തിന്റെ ഇവിടെ വരിക, ടെസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. ഈ ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ടാണ് ഇമേജ് വരേണ്ടതെന്ന് വെച്ചോ. ഇവിടെ കണ്ടോ ഒരു ഇമേജിന്റെ പിക്ചറിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണ് കണ്ടോ, അതായത് ഇവിടെ ഒരു ബ്രൗസ് സെർവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ബ്രൗസ് സെർവറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മുമ്പേ ചെയ്ത കാറ്റഗറിക്ക് ഇല്ലായിരുന്നോ, അത് തന്നെ സെലക്ട് ആയിട്ട് വരും. ഏത് ഇമേജാണ് വേണ്ടേ, ഇമേജിനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ വരും. ഇനി ഉള്ളൊരു കുഴപ്പം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇമേജ് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചപ്പോൾ വലിയ വലുപ്പത്തിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, ആ ക്വസ്റ്റിന്റെ പാർട്ടായിട്ട് ചെറുതായിട്ട് വേണം. അതിന് വേണ്ട ഡയമെൻഷൻ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുക. വീതി ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് സ്കെയിൽ ചെയ്ത് വരും. എന്നിട്ട് അതിനെ ഓക്കെ അടിച്ചാൽ മതി. ഇതിന്റെ പാർട്ടായിട്ട് ഇമേജ് വരും. എക്സൽ ഇമേജ് അതിന്റെ കാര്യം പറയാം. അപ്പൊ നിങ്ങള് ക്വസ്റ്റിന്റെ പകുതി കാര്യങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു. ഇപ്പൊ ഇവിടെ ഇത് കണ്ടോ, താഴെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്തേക്കുന്നേ. ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യന്റെ അകത്ത് നിങ്ങൾ അവിടുന്ന് എൻ്റർ ചെയ്ത് വിട്ടായിരുന്നു എക്സലിൽ. നിങ്ങൾക്ക് ഇത് ആരാ നോക്കണമെന്ന് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റേഴ്സ് നോക്കേണ്ട കാര്യം കൂടെയാണ്. കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഇതെല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് അതിന്റെ അകത്ത് നോക്കിയിട്ട് അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം.
ആയിട്ട് മാർക്ക് ചെയ്ത് വിടാം. സി എന്തെങ്കിലും കൊടുക്കണേ കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണേ ഡിലീറ്റ് ചെയ്യാം. കോർഡിനേറ്റേഴ്സ് ഓർക്കുക. ഇനി അല്ലാത്തവർക്ക് എന്ത് ഫീച്ചർ കാണും? എഡിറ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ കാണും. എഡിറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ വേണ്ട കറക്ഷൻസ് വരുത്താം. അപ്പൊ നിങ്ങൾ ഇമേജ് ഇല്ലാത്തത് ബാക്കി ടെസ്റ്റ് മുഴുവൻ എക്സലിൽ നിന്ന് വന്നു. ഇതിനകത്ത് ഇമേജ് മാത്രം ആഡ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാം. പക്ഷെ ഉറപ്പാക്കണം ആ ക്വസ്റ്റ്യൻ പൂർണ്ണ രൂപത്തിൽ തന്നെ ഉണ്ടാകുന്നു. എക്സലിൽ നിങ്ങൾ പകുതിയായിട്ട് ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവസാനം പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പകുതിയായിട്ടേ വരുള്ളൂ, നിങ്ങൾ അത്ര കണ്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ക്വസ്റ്റ്യൻ ഇവിടെ മുഴുവൻ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര പേജ് ഉണ്ടോ, ഓരോ പേജ് 10 എത്രയാണ് പേജ് വെച്ച് ലിസ്റ്റ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വെച്ചിട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഇവിടെ വലുതാക്കി കാണിക്കുക. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അതെല്ലാം ഒറ്റയടിക്ക് കാണാം. എഡിറ്റ് ചെയ്യേണ്ടവർക്ക് എഡിറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഏതാ സ്റ്റാറ്റസ് ആണ്. ക്വസ്റ്റിന്റെ ഓപ്ഷൻ, അതായത് ഇത് ആക്റ്റീവ് ആണെന്നുള്ള സ്റ്റാറ്റസിലുള്ള സാധനമാണ് ഈ സ്റ്റാറ്റസ്. ഓപ്പൺ ആണെന്നുള്ളത് ഇത് എഡിറ്റിംഗ് പെർമിഷൻ ഉള്ള സാധനമാണ്. വെക്ടർക്ക് ഇതിനെ കമന്റ് ചെയ്ത് വിടാനുള്ള ഫീച്ചറുമാണ്. ക്ലിയർ ആയ? ഒത്തിരി സൈസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിജക്ട് ചെയ്യും. അല്ലാതെ ഓരോ കാര്യങ്ങളുടെ അതിനനുസരിച്ച് ലിമിറ്റ് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ചോദ്യത്തെ നിങ്ങൾ ഭാഗികമായി എക്സൽ ചെയ്തിട്ട് പിന്നീട് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. മനസ്സിലായോ? ഇതിനൊരു കാര്യമുള്ളത്, ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ ചോദ്യം ആദ്യം ചെയ്യണമെന്നോ രണ്ടാമത്തെ ചെയ്യണമെന്നോ ഒരു നിബന്ധനയും ഇതിലില്ല. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇതിനകത്തില്ല. അതായത് ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ വേണം ആദ്യം സബ്മിറ്റ് ചെയ്യാനില്ലല്ലോ. എപ്പോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കലി ഇതിൽ അറേഞ്ച് ചെയ്തോളും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ 50 ചോദ്യം ഇടുമ്പോൾ 40 എണ്ണം നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ 40 എണ്ണം എക്സൽ ചെയ്തേക്കുക. എന്നിട്ട് ഈ 10 എണ്ണം മാറ്റി വെക്കുക. ഇമേജ് ആഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ അപകടമുണ്ട്. കാരണം എന്താ, ക്വസ്റ്റ്യന്റെ ടെക്സ്റ്റ് മാത്രം അങ്ങ് വെക്കാം, എന്നിട്ട് ഇതിൽ കയറിയിട്ട് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രയാസം അവിടെ ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾ മാത്രമായിരിക്കില്ല ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ മാത്രമായിരിക്കില്ല ആ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇട്ടപ്പോൾ 50 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, കയറി നോക്കുമ്പോൾ ചിലപ്പോൾ 300 എണ്ണം ഉണ്ടാവും. പിന്നെ 300-നകത്ത് തിരയണം, സോർട്ട് ചെയ്യാൻ പോകണം. സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്കൊരു പ്രയാസമാണ്. അതിലും ഭേദം ആ 10 ചോദ്യം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് വേറെ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഏർപ്പാടിന് പോകാണ്ടിരിക്കുകയാണ് നല്ലത്. നോക്കാം മറ്റേ പെട്ടെന്ന് ഒരു കാര്യം കൂടെ ഇപ്പൊ പറഞ്ഞില്ലേ, തപ്പം തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ കോർഡിനേറ്ററിന് ഒരു ക്വസ്റ്റിന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് കണ്ടു, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നില്ല, പകരം കോൺട്രിബ്യൂട്ടേഴ്സിനോട് തിരുത്താൻ പറയുക. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഐഡിയ ആണ് ഇത്. കണ്ടോ, 245 545, അത് യുണീക്ക് ആണ്. നിങ്ങൾ തെറ്റ് കണ്ട ക്വസ്റ്റിന്റെ നമ്പർ ഇവിടെ QID എന്ന് പറഞ്ഞ കോളം കണ്ടോ, എല്ലാ ക്വസ്റ്റിനും ഒരു യുണീക്ക് ഐഡി ഉണ്ട്. ഈ ഐഡി പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് അവർക്ക് വേണമെങ്കിൽ 245 545 എന്ന് സെർച്ച് ചെയ്താൽ അത് മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്യും. ഇന്ന ക്വസ്റ്റ്യൻ ആണ് വിഷയം എന്ന് നിങ്ങൾ കണ്ടു, നിങ്ങൾ തിരുത്തുന്നില്ല, പകരം അവരോട് തിരുത്താൻ പറയുവാണെങ്കിൽ ഈ നമ്പർ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ക്വസ്റ്റിന്റെ ടെസ്റ്റ് പറഞ്ഞു കൊടുത്താൽ അവർ ജീവിതകാലത്ത് തപ്പി കണ്ടുപിടിക്കില്ല. ഇന്ന ക്വസ്റ്റ്യൻ ആ മിസ്റ്റേക്ക് എന്ന്, അല്ലെങ്കിൽ ഇന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ തപ്പി കണ്ടുപിടിക്കണം. യുണീക്ക് ആയിട്ടുള്ള സാധനം ഇതാണ്, QID എന്ന് പറയുന്നതാണ്. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ QID ഒരിക്കലും അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കിൽ പോലും ഇല്ല, യുണീക്കാണ്. അതായത് വിഷയം മാറിയാലും ആ ID യുണീക്കാണ്. ഓക്കെ, ഇതിലായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ ടേബിൾ ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാമോ? നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആ 3 ഏതാ ക്വസ്റ്റിന്റെ നമ്പർ, മാർക്ക്,
അത് നമ്മളൊരു ലോജിക്കില് ചെയ്യാന്നുള്ളത്. അതില് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന മോഡ്യൂൾ ഏതാണ് അതിനകത്ത് ആ റൗണ്ട് ചെയ്ത് മാർക്ക് കൂടുതൽ കൊടുക്കാന്നേ ഉള്ളൂ. ഇതൊരു അത് ഈവൻ നമ്പർ നമുക്ക് പറയത്തില്ല. ഈ ക്വസ്റ്റിന്റെ മാർക്കിന്റെ മൾട്ടിപ്പിൾ ഏതാണ് സൂട്ടബിൾ അതിന് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പൊ 1, 2, 5, 10 ഉള്ളതുകൊണ്ട് എന്താണ്, 1ന്റെ മൾട്ടിപ്പിൾ വന്നാലും നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം, 2 ആണെങ്കിലും ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഇല്ലെങ്കിൽ അതിന് നിയറസ്റ്റ് ഏതാണ് റൗണ്ട് ചെയ്യാവുന്നത് റൗണ്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. 10 കൊടുത്തോണ്ടാണ് അത് നമ്മുടെ ഒരു ഡിസ്പ്ലേ. നിങ്ങൾ നോർമലി ചോദ്യം ചോദിച്ചാൽ ഇത് തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ഇന്റേണൽ പരീക്ഷ നടത്തുമ്പോൾ ഈ ലോജിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പഠിപ്പിച്ച പോർഷനിൽ അങ്ങനെ വെച്ചിട്ടല്ലേ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ചെയ്യാമോ? ഇതിൽ എന്തെങ്കിലും സംശയമുണ്ട് ഈ കാര്യം ചെയ്യുന്നതിന്? ഇതിനകത്ത് ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ യൂണിറ്റിന്റെ എണ്ണം ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ്. അതിന്റെ സേഫ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പം കൂടുതൽ മാർക്ക് ഉള്ളിടത്തുനിന്ന് കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കി വെക്കുക എന്നാണ്. ജസ്റ്റ് ബൗണ്ടറിയിൽ പോയി യൂണിറ്റ് ആക്കാതിരിക്കുക. ചെയ്യൂലേ? അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എല്ലാം എത്തിയിട്ടുണ്ടാവും ഈ PPT അല്ലെ? കിട്ടാത്ത ഒരാളും ഉണ്ടോ? എല്ലാവരുടെ അടുത്തൂടെ എത്തിയെന്ന് വിചാരിക്കണം. അപ്പൊ ഈ ടേബിൾ ഉണ്ട്. ഈ ടേബിളിന്റെ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അകത്തെ ഭാഗം ബ്ലാങ്ക് ആയിട്ട് നിർത്തുക. നിങ്ങളൊരു പേപ്പറെ വരച്ചാൽ ഈ ഭാഗത്ത് മൊഡ്യൂൾ 1 നമ്പർ ഇടുക. പിന്നെ നിങ്ങളുടെ മൊഡ്യൂൾ എത്രയാണോ അതിനനുസരിച്ച് ഇവിടെ എൻട്രി ചെയ്യുക. മാർക്ക് അതിന് മണിക്കൂർ എടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. മൊഡ്യൂളിന് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സബ് ഡിവൈഡ് ചെയ്തിട്ട്. അവിടെ 2 വിഷയങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. CO ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, CO ഒരു മൊഡ്യൂളിലേക്ക് തന്നെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പരിപാടി നടക്കും. അതേസമയം ഒരു മൊഡ്യൂളിലേക്ക് ഒന്നിൽ കൂടുതൽ CO പൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുല്യ വെയിറ്റേജ് ആണ്. മൊഡ്യൂൾ ലെവലിലാണ്. ഇങ്ങനെ കൂട്ടിയാൽ ഈ നമ്പർ കിട്ടണം. അപ്പൊ ഈ നമ്പർ നമ്മുടെ കൈവശം ഇപ്പൊ ഇല്ല. അപ്പൊ നിങ്ങൾ ഈ 10 ചോദ്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം കണക്കാക്കേണ്ടത് എന്താണ്? ഈ 10 ചോദ്യങ്ങളെ വെയിറ്റേജിനനുസരിച്ച് അവരുടെ അവർ കിട്ടിയാൽ എങ്ങനെയാണ്? 15, 15, 20 ഒക്കെ നമ്മുടെ കയ്യിലുള്ളതാ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യ പേപ്പറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ചോദ്യ പേപ്പറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ഈ സിലബസിൽ M3 എന്ന് പറയുന്ന മൊഡ്യൂളിൽ 20 മണിക്കൂർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്? 5 ചോദ്യങ്ങൾ കൊടുത്തത്. പിന്നെ ഉള്ളത് 15 മണിക്കൂറിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. 10 മണിക്കൂറുള്ളത് നമ്മൾ ഒഴിവാക്കി. അത് ഈ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയതാണ്. ഇതാണ് 10 മണിക്കൂറുള്ളത് 3 ചോദ്യങ്ങളെ ഉള്ളൂ ഇവിടെ. അപ്പൊ മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ആദ്യം ഉണ്ടാവണം. പക്ഷെ ഈ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് പ്രശ്നം കഴിഞ്ഞോ? ഇല്ല. പിന്നെ തിരിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടുമ്പോ, മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടുമ്പോ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന മാർക്ക് കിട്ടണം. ഇവിടെ നിന്ന് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ഈ മാർക്കിനോട് തുല്യമായിരിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ, ഇവിടെ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. മാർക്ക് എത്രയാണ്? 10. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. മാർക്ക് എത്രയാണ്? അപ്പൊ 10, 5. ഇവിടെ ഒരു ചോദ്യമുള്ളൂ. 2, 15, 2. മനസ്സിലായോ? ഈ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കണം. അത് തന്നെ സുഡോക്ക് വിളിക്കുന്നത്. 2 രീതിയിൽ നടക്കണം. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു ടേബിൾ കാണുമ്പോൾ ഇത് ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ വരച്ച ഈ വാല്യൂ ഇല്ല. മനസ്സിലായില്ലേ? വാല്യൂ കിടക്കുമ്പോ ഇങ്ങനെ കൂട്ടണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ വാല്യൂ ഇപ്പൊ ആരുണ്ടാക്കണം എന്നാ പറഞ്ഞത്? ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയാൽ എളുപ്പമുണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു നിമിഷം. ഇപ്പൊ പറഞ്ഞ മാർക്കിന് ശേഷം ഇതേ ടേബിളിനെ റീക്രിയേറ്റ് ചെയ്യുക.
സിഒ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ സിഒയുടെ വാല്യൂ ഇതുപോലെ തന്നെ കണക്കാക്കണം. ഇപ്പൊ പറഞ്ഞ പോലെ സിഒയുടെ വാല്യൂ കണക്കാക്കണം. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാകും. നിങ്ങളുടെ സിലബസിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഇപ്പൊ M1 ഒരു സിഒ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. M2 മറ്റൊരു സിഒ മാത്രമേ ഉള്ളൂവെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. അങ്ങനെയല്ല ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്പം പ്രയാസമുണ്ട്. അപ്പോഴാണ് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരിക. ഫ്രാക്ഷൻ വരുമ്പോൾ നെക്സ്റ്റ് ഹയർ എൻഡിലേക്ക് ഫ്രാക്ഷൻ വന്നാൽ നെക്സ്റ്റ് ഹയർ വാല്യൂവിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. എന്തുകൊണ്ടാണ് ഹയർ വാല്യൂവിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ ലോവർ വാല്യൂവിലേക്ക്, ഇപ്പൊ നമ്മൾ പറയില്ലേ 12.2 ആണെങ്കിൽ 12 ആക്കണ്ട, 13 ആക്കൂ. കാരണം 13 ആക്കിയാൽ ഒരു ചോദ്യം കൂടുവന്നേ ഉള്ളൂ. 12 ആക്കിയാൽ ചിലപ്പോൾ ടോട്ടൽ ഒരു ചോദ്യം കുറഞ്ഞു പോകും അല്ലേ? 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്കൊരു പൂർണ്ണസംഖ്യ കിട്ടില്ലല്ലോ. 3 പോയിന്റ് പറഞ്ഞിട്ട് 3 എന്ന് പറഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ 0.3 ഒഴിവാക്കിയാൽ 3 6 9 കിട്ടുള്ളൂ. ഒരെണ്ണം ഒഴിവായി പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഫ്രാക്ഷൻ വരുന്നതിനെ ഹയസ്റ്റ് വാല്യൂയിലേക്ക് എടുത്തേക്കുക. അപ്പൊ 10 എന്നുള്ളത് ചിലപ്പോൾ 12 ആവും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 10 ആക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൂടെ ഇപ്പം ഇവിടെ ശ്രദ്ധിച്ച്, ഇത് ഒരുപാട് തവണ പറയാൻ വയ്യ. ഇപ്പൊ ഈ പറഞ്ഞ കേസില് നേരത്തെ കണ്ട ഈ ടേബിൾ നിങ്ങൾ എടുക്കുമ്പോഴേ, നീ മൈക്കില്ലാതെ പറയാം, ഈ ടേബിൾ എടുക്കുമ്പോൾ ഒരു തകരാറ് എന്താണെന്നറിയോ? ഈ ടേബിളിന്റെ മൊത്തം എണ്ണം കൂടെ കൂട്ടിയാൽ ചിലപ്പോ നിങ്ങൾക്ക് കിട്ടുന്നത് 27 ചോദ്യങ്ങളാണുള്ളത്. 27 എന്നുള്ള നമ്പർ ആയിരിക്കും. നമുക്ക് വേണ്ടത് അത്ര യൂണിറ്റുകളാണോ? അല്ല, നമ്മൾ എന്താ പറഞ്ഞത്? 32 ഒക്കെ ആക്കാം. അപ്പൊ ഈ നമ്പറിനെ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നമ്പറിനെ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം. എങ്ങനെ എൻഹാൻസ് ചെയ്യാം? സിഒയുടെ വാല്യൂ കൂടെ നോക്കിക്കഴിയുമ്പോൾ, അതിനാണ് സിഒയുടെ വാല്യൂ കൂടെ നോക്കാൻ പറഞ്ഞത്. സിഒയുടെ വാല്യൂ കൂടെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പൊ ഈ രണ്ട് ടേബിൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണല്ലേ? ഒന്നാമത്തെ ഈ ടേബിളില് M1 നിന്ന് പാർട്ട് എയിൽ ചോദ്യമില്ല. പക്ഷെ ഇപ്പുറത്ത് വന്നപ്പോഴോ ആ ഡിസ്ട്രിബ്യൂഷൻ മാറി 3 ചോദ്യങ്ങൾ അവിടെ കയറി വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ കൃത്യം 27ന്റെ എണ്ണത്തിലല്ലല്ലോ ചെയ്തിരിക്കുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് കൂട്ടിയിടാം. ഈ മൊഡ്യൂളിന്റെ എണ്ണം, യൂണിറ്റിന്റെ എണ്ണം, മൊഡ്യൂളിന്റെ എണ്ണം കൂട്ടണ്ട, യൂണിറ്റിന്റെ എണ്ണം കൂട്ടിയിടാം. അങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ആ കൂട്ടിയിടുന്നതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു യൂണിറ്റിനകത്ത് നിന്ന് എല്ലായിടത്തും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ബാങ്ക് നല്ലതാണ്. ബാങ്കിന് ഒരു പ്രശ്നം വരില്ല. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, എല്ലായിടത്തും ചോദ്യം ഇടാൻ കഴിയില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ മൊഡ്യൂൾ 1 നിന്ന് ചിലപ്പോൾ ഒരു എസ്സേ ചോദിക്കാൻ പറ്റണമെന്നില്ല. മൊഡ്യൂൾ 3 4 ഒന്നിൽ കൂടുതൽ എസ്സേ ചോദിക്കേണ്ടി വരും. ചിലപ്പോ അവിടെ നിന്ന് മാത്രമായിരിക്കും ചോദിക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോ നേരത്തെ പറഞ്ഞ യൂണിറ്റുകളുടെ നമ്പർ കൊടുത്തില്ലേ, ആ യൂണിറ്റുകൾക്ക് ഒരു പേര് കൊടുക്കണമല്ലോ. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് മാത്രമാണ് എസ്സേ ചോദിക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം എന്താ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ബിരിയാണി എന്ന കഥ ആരെഴുതിയതാണ് എന്ന് പാർട്ട് എയിൽ ഒരു ചോദ്യം ചോദിക്കും. ബിരിയാണി എന്ന കഥ ആരെഴുതിയതാണ്? സന്തോഷ് ഏച്ചിക്കാനും എഴുതിയതാണ്. നമുക്കറിയാം, കുട്ടിക്ക് 1 മാർക്കിന്റെ ചോദ്യമാണ്. എന്നിട്ട് നമ്മൾ SIക്ക് വേറൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ഒരു യൂണിറ്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ യൂണിറ്റിൽ നമ്മൾ SIയുടെ ചോദ്യം ഇടുകയാണ്, സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയെ കുറിച്ച് ഒരു ആസ്വാദനം തയ്യാറാക്കുക. മനസ്സിലായോ? ഈ 2 ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? മനസ്സിലായോ? SIക്ക് പ്രത്യേക നേരെ മറിച്ച് ആദ്യത്തേത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയാണ് ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എസ്സേ തയ്യാറാക്കുമ്പോൾ എന്ത് തന്നെ ഉപയോഗിക്കുള്ളൂ? മൊഡ്യൂൾ 1 യൂണിറ്റ് 1 തന്നെ ഈ എസ്സേ ഇടും. അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലായിരുന്നു. കാരണം എന്താ? ഏതെങ്കിലും ഒരു ചോദ്യം വരുള്ളൂ. ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യം തന്നെ വരൂ. നേരെ മറിച്ച് SIക്ക് വേണ്ടി ഒരു പ്രത്യേക യൂണിറ്റോ മൊഡ്യൂളോ ഉണ്ടാക്കിയാൽ അവിടെ ചോദ്യത്തിന്റെ ഭാഷ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം.
മനസ്സിലായോ? ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിലുള്ള പാർട്ടിനെ ഡിവൈഡ് ചെയ്ത് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് താരതമ്യേന. പക്ഷേ അതിലില്ലാത്ത പുതിയൊരു യൂണിറ്റ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പൊ നേരത്തെ ഇവിടെ വയലിൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു ഭാഗത്തിന് 12ഓളം ഡിവിഷൻ ഉണ്ട്. അതിനെ 12 യൂണിറ്റ് ആക്കിയാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ കുഴപ്പം? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ 27 ചോദ്യങ്ങളുണ്ട്, ഒരു 37 യൂണിറ്റ് അങ്ങ് ഉണ്ടാക്കി കളയാം, അല്ലെങ്കിൽ 40 ആയിക്കോട്ടെ, ഒരു നല്ല നമ്പർ അല്ലേ എന്ന് കരുതി ഈ 30 അല്ലെങ്കിൽ 27 ചോദ്യമുള്ളടുത്ത് 40 യൂണിറ്റ് ഉണ്ടാക്കിയാലുള്ള തകരാറ് എന്താണെന്നറിയോ? ആകെ വേണ്ടത് 27 ചോദ്യങ്ങളാണ്. എക്സസ് യൂണിറ്റുകളുടെ എണ്ണം എത്രയാ? 27 ആണെങ്കിൽ 13. അപ്പൊ 13 ഏതാണ്ട് 27 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ പകുതി യൂണിറ്റുകൾ ഓമിറ്റ് ചെയ്യപ്പെടും. അപ്പൊ മനസ്സിലായോ? അത്രയും യൂണിറ്റുകൾ ഓമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ സിസ്റ്റത്തിന് അറിയില്ലല്ലോ ചില ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരു ചിലപ്പോ പാർട്ട് 1-ൽ നിന്ന് മാത്രം ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്ത് വരും. നിങ്ങൾ പിള്ളേരോട് പറഞ്ഞത് എന്തായിരുന്നു? പാർട്ട് 1 കാര്യമായിട്ട് വായിക്കണ്ട, അതിങ്ങനെ കുറച്ച് ആളുകളൊക്കെ കലാമണ്ഡലം ഉണ്ടാക്കിയ കഥയൊക്കെയാണ്, നിങ്ങൾ അതിന്റെ താഴേക്ക് പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്, അതൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞു. അവസാനം അതൊന്നും ചോദിച്ചില്ല, കലാമണ്ഡലം ഉണ്ടാക്കിയതിന്റെ കുഴിയെടുത്തു തൊട്ടുള്ള വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുടുങ്ങിയോ? മനസ്സിലായില്ലേ? ഇതാണ് അപകടം. അതുകൊണ്ട് ഈ യൂണിറ്റ് കൂട്ടാൻ വേണ്ടി കൂട്ടരുത്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ യൂണിറ്റിന് ടൈറ്റിൽ കൊടുക്കണമല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ നാടകം 1, നാടകം 2, നാടകം 3 ടൈറ്റിൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഓരോ ആൾക്കാർക്കാ കൊടുക്കുന്നത്. എല്ലാം ഒരാൾ തന്നെയാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു തകരാറുമില്ല. ഇപ്പൊ ഇരിക്കുന്ന ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്. ഇത്ര ആളുകൾ എന്താ? ഭരതനാട്യം, മോഹിനിയാട്ടം ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ ഇത്ര ആളുകൾ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ ഇത്ര ആളുകൾ ഓരോ വിഷയത്തിന് ഇരിക്കുന്നുണ്ട്. അപ്പോ അതിനകത്ത് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത് യുണീക്ക് ആയിരിക്കണം. മനസ്സിലായോ? അതായത് പറഞ്ഞു വന്നത്രേ ഉള്ളൂ. മൊഡ്യൂൾ 1 ഇപ്പൊ ഇത് പ്രകാരം മൊഡ്യൂൾ 1-ൽ എത്ര യൂണിറ്റ് വേണം? എത്ര യൂണിറ്റുകളുണ്ട്? ഇത് നോക്കൂ. മൊഡ്യൂൾ 1-ല് ഇവിടെ 3 യൂണിറ്റ്, 3, 3, 6, 1, 7 യൂണിറ്റ്, ഏകദേശം 7 യൂണിറ്റുകൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 8 യൂണിറ്റ് എന്ന് കൂട്ടിക്കൊള്ളൂ. മൊഡ്യൂൾ 1-ൽ 8 യൂണിറ്റ് പറഞ്ഞാൽ ഒന്നുകിൽ മൊഡ്യൂൾ 1-ന്റെ 8 യൂണിറ്റും ഒരാൾ ചെയ്യും, അല്ലെങ്കിൽ മൊഡ്യൂൾ 1-ന്റെ ആദ്യത്തെ 4 യൂണിറ്റ് ഒരാളും അടുത്ത 4 യൂണിറ്റ്, അല്ലാതെ മൊഡ്യൂൾ 1 രണ്ടാൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും അറിയോ? ക്വസ്റ്റ്യൻ ഓവർലാപ്പ് ചെയ്യും. നമുക്ക് ഇതിനെ സ്ക്രൂട്ടണി ചെയ്യുന്ന ആൾക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഡിവിഷൻ കൃത്യമായിട്ട് കൊടുക്കുക. ഒരാളോട് ചോദ്യം ചെയ്യാൻ പറയുമ്പോൾ പറയേണ്ടത് ഇതാണ്: നിങ്ങൾ മൊഡ്യൂൾ 1-ലെ 1 തൊട്ട് 4 വരെയുള്ള യൂണിറ്റുകൾ ചെയ്യുക. മറ്റേ ആളോട് പറയാ നിങ്ങൾ 5, 6, 7, 8 യൂണിറ്റുകൾ ചെയ്യുക. അങ്ങനെ കൃത്യമായിരിക്കണം ഡിവിഷൻ. അപ്പോ ഫോളോ അപ്പ് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്നിട്ട് ഇത് കൊടുത്തിട്ട് വെറുതെ കോർഡിനേറ്റർ കൈ കിട്ടി ഇരുന്നാൽ പോരാ. കോർഡിനേറ്റർ എന്ത് ചെയ്യണം? ആർക്ക് ഏതാ കൊടുത്തതെന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കണം. ഇല്ലെങ്കിൽ കടം കൊടുത്ത ഡയറി കാണാതെ പോയ അവസ്ഥയോ? മനസ്സിലായില്ലേ? എവിടെയാ കൊടുത്തതെന്ന് ഒരു പിടി ഉണ്ടാവില്ല. ഇത് കാരണം ഇത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തിട്ട് കോൺട്രിബ്യൂട്ടർ പറയാണല്ലോ, അതെ ടീച്ചറെ അവിടെ ഇട്ടിട്ടുണ്ട്. ടീച്ചർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണോ അവർക്ക് കൊടുത്തത് ഒരു പിടി ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു കണക്ക് വേണം. ഇനി ഈ കണക്ക് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. ഒരു ചോദ്യത്തിന് എത്ര രൂപയാ? 10 രൂപ. അവസാനം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം വഷളാവാൻ കാരണമാവും. കാരണം ഞാൻ 300 ചോദ്യം ഇട്ടതാണ്, എനിക്ക് 30 രൂപയാണ് കിട്ടിയത്. 3 രൂപ മാറിപ്പോയതാ. കാരണം നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് കൃത്യമായ കണക്ക് വേണം. യൂണിവേഴ്സിറ്റി പൈസ ഒരിക്കൽ കൊടുത്താൽ പിന്നെ ഭണ്ഡാരത്തിൽ കാശിട്ട മാതിരിയാ, തിരിച്ചു തരുന്ന പരിപാടിയില്ല അല്ലേ? തിരുപ്പതിയിൽ ആരുടെ മൊബൈൽ പോയിട്ട് ദിവസം പറഞ്ഞില്ലേ ഭഗവാന് കൊടുത്താണ് എന്ന് പറഞ്ഞാൽ മതി. കുടിഞ്ഞൊന്ന് പൈസ എടുക്കാൻ പോയതാ മൊബൈൽ എന്ന് പറഞ്ഞാൽ മതിയാ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് അങ്ങോട്ടൊരു കാര്യം കൊടുത്താൽ തിരിച്ചിട്ടില്ല. നിങ്ങൾക്ക് പൈസ തന്നിട്ട് ഇപ്പൊ കോൺട്രിബ്യൂട്ടറോടാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ല, കോർഡിനേറ്ററോട് കോൺട്രിബ്യൂട്ടേഴ്സിന് പൈസ കൊടുക്കാൻ പറഞ്ഞിരിക്കാം.
മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവർക്കും കിട്ടും കേട്ടോ. പഴയതിനും പൈസ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും പൈസ കൊടുക്കും. പരീക്ഷ നടത്താത്തവർക്കില്ല. നിങ്ങളോട് പരീക്ഷ നടത്തിയില്ലല്ലോ. അപ്പൊ ഈ കാര്യം പ്രത്യേകം ഓർക്കണം. ഇപ്പൊ പറഞ്ഞ എന്താണെന്നറിയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? മൊഡ്യൂൾ യൂണിറ്റിന്റെ ഡിവിഷൻ, അതിലാണ് ഈ കഥ മുഴുവൻ നിൽക്കുന്നത്. നേരത്തെ മൊഡ്യൂൾ യൂണിറ്റ് മാത്രം മതിയായിരുന്നു, സിഒയും കൂടെ വേണം. അപ്പൊ 2 ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ചെയ്തോ? ഈ ടേബിൾ അനുസരിച്ച് ചെയ്യണം. ഇതിപ്പോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം എളുപ്പമുണ്ട്. ഇനി ഇവരെ എല്ലാവരും കൂടെ ഒരിക്കൽ കൂടെ കിട്ടൂല. ഇവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നുകൂടെ കൂടൂല. അഥവാ കൂടിയാലും ഞങ്ങൾ രണ്ടുപേരും വരില്ല. നിങ്ങൾ കൂടി ഊണൊക്കെ കഴിച്ച് ചായ കുടിച്ച് പിരിയാന്ന് മാത്രമേ ഉള്ളൂ. ചായ ഉണ്ടോ? അപ്പൊ ഇത് നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് പോകണം. അതുകൊണ്ടാണ് സംസ്കൃതം പേടിയാണ്. കഴിഞ്ഞ തവണ ഞാൻ ബുദ്ധിമുട്ടി പോയത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. വിജയകുമാർ പോയത് ആ ഇനി എന്തെങ്കിലും ഉണ്ടോ? പറയൂ. പറയില്ലേ? ഇതേതായിരുന്നു കഥകളി വേഷം? ഇതേതാ? അതല്ല ഉണ്ടോ? സിലബസിന് മാറ്റമില്ലാത്ത മദ്ദളത്തിനല്ലേ സിലബസിന് മാറ്റമില്ലാത്ത? കഥകളി വേഷം അല്ല, ഇത് പേരാ ഉള്ളത്. മദ്ദളം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. പിന്നെ കഥകളി വേഷം, കഥകളി സംഗീതം. ഓക്കെ അല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. ഇത് മനസ്സിലായോ? സംഗതി മനസ്സിലായോ? എത്ര പേപ്പറുണ്ട്? തിയറി എത്ര പേപ്പറുണ്ട്? 2 പേപ്പറുണ്ട്. നോക്കോ, 1, 2 BSc. ഇതെന്താ? ഇതാരാ? ഓക്കെ. സംസ്കൃതം ഓക്കെയാണോ? ഇത് സംസ്കൃതമല്ലേ? ഏതാ? ഞാൻ എത്ര പേപ്പറുണ്ട്? 3rd സെമസ്റ്ററിൽ എത്ര പേപ്പറുണ്ട്? 5 പേപ്പറുണ്ട്. 5. അത് കോമൺ കോഴ്സ് ആണോ? അപ്പൊ അവിടെ നടക്കണം. MDC ആണോ അവിടെ നടക്കണം? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കോ? പ്രാക്ടിക്കൽ പരീക്ഷ എടുക്കുമ്പോൾ പ്രാക്ടിക്കൽ പോർഷന്റെ മണിക്കൂർ മാത്രമേ എടുക്കാവുള്ളൂ.